ഇന്ന് 7ാം അന്തർദേശീയ യോഗാ ദിനമായി ലോകമെമ്പാടും ആചരിക്കുകയാണ്. ലോകത്തിന് ഭാരതം കൊടുത്ത ഏറ്റവും വലിയൊരു സംഭാവനയാണ് യോഗ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് 7 മണി മുതൽ 7:45 വരെയാണ് ലോകരാജ്യങ്ങൾ 200ഓളം രാജ്യങ്ങൾ ഇന്ന് യോഗ ആചരിക്കുന്നുണ്ട്, ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള ആളുകൾ ഇത് ആചരിക്കുന്നുണ്ട്. നമുക്ക് കേരള പോലീസ് അക്കാഡമിയും അതിൻ്റെ ഭാഗമായി ഇന്ന് 7 മണി മുതൽ 7:45 വരെ നമ്മളും യോഗ ചെയ്ത് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുകയാണ്. ഇത് ഫേസ്ബുക്കിലും മറ്റും നമ്മൾ ലൈവായി സ്ട്രീം ചെയ്യുന്നുണ്ട്. എല്ലാവരും അതിൻ്റെ ആത്മശുദ്ധിയോടുകൂടി ഇതിൽ പങ്കെടുക്കുക. താങ്ക് യു. ഗുഡ് മോർണിംഗ് വൺ ആൻഡ് ഓൾ. ഇന്ന് 7ാം അന്തർദേശീയ യോഗാ ദിനം ആചരിക്കുന്ന ഈ വേളയിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഓഫീസേഴ്സിനും എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നമ്മൾ ചെയ്യുന്ന ഇങ്ങനെയാണ്: ആസനാസ്, ദെൻ പ്രാണായാമ, ലാസ്റ്റ് ഒരു 2-3 മിനിറ്റ് മെഡിറ്റേഷൻ. നിൽക്കുന്ന ആസനങ്ങൾ തന്നെ 4 തരം ആസനങ്ങൾ തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് നിൽക്കുന്ന ആസനങ്ങൾ, ഇരിക്കുന്ന ആസനങ്ങൾ, മയർന്നു കിടക്കുന്ന ആസനങ്ങൾ, കമിഴ്ന്ന് കിടക്കുന്ന ആസനങ്ങൾ. SP അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇത് പ്രോട്ടോക്കോൾ പ്രകാരമാണ് നമ്മൾ നടത്തുന്നത്. ലോകത്തെല്ലാത്തും ഏകദേശം 200 രാജ്യങ്ങളിൽ നിന്ന് ഈ സെലിബ്രേറ്റ് ചെയ്യുകയാണ് യോഗ ഡേ എന്ന് പറയുന്നത്, ജൂൺ 21. ഇതാദ്യം ഒരു ഓപ്പണിംഗ് പ്രെയറിലാണ്. ഓപ്പണിംഗ് പ്രെയർ കഴിഞ്ഞ ശേഷം മയർന്ന് കിടക്കുന്ന സ്ഥൂല വ്യായാമങ്ങൾ, അതിനുശേഷം നിൽക്കുന്ന ആസനങ്ങൾ, ഇരിക്കുന്ന ആസനങ്ങൾ, മയർന്ന് കിടക്കുന്ന ആസനങ്ങൾ, കമിഴ്ന്ന് കിടക്കുന്ന ആസനങ്ങൾ. ഓപ്പണിംഗ് പ്രെയറിലേക്ക് പോകാം നമുക്ക്. ഓപ്പണിംഗ് പ്രെയർ എന്ന് പറയുന്നത് ഇതിൻ്റെ മീനിങ് ഇതാണ്. ഓപ്പണിംഗ് പ്രെയർ സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹേ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹേ. ഇതിൻ്റെ മീനിങ് സഹ എന്ന വാക്കിൻ്റെ അർത്ഥം കൂടിച്ചേരുക എന്നാണ്. കൂടുക, സഹ മീൻസ് കൂടുക. സഹനാവവതു അതായത് പഠിപ്പിക്കുന്നയാളും പഠിക്കുന്നയാൾക്കും തമ്മിൽ ഐക്യമുണ്ടാവട്ടെ. അതേപോലെ പഠിക്കുന്ന ആൾക്കും പഠിപ്പിക്കുന്ന ആൾക്കും ഊർജമുണ്ടാവട്ടെ. എല്ലാവർക്കും സുഖവും സന്തോഷവും ഉണ്ടാവട്ടെ. ഒരാൾക്ക് പോലും ദുഃഖമില്ലാതിരിക്കട്ടെ എന്നാണ് ഇതിൻ്റെ മീനിങ്. നമുക്ക് ജസ്റ്റ് ചെയ്യാൻ നമുക്കുന്നത്. ക്ലോസ് യുവർ ഐസ്, സിറ്റ് സ്ട്രെയിറ്റ്. സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹേ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹേ. ശാന്തി ശാന്തി ശാന്തി. 2 കൈകൾ കൂട്ടിത്തിരുമ്മി അതിൻ്റെ ചൂട് കണ്ണിലോട്ട് കൊടുക്കുക. അഗെയിൻ റബ്ബ് ചെയ്യുക, കവിളിലോട്ട് കൊടുത്തോ. അഗെയിൻ റബ്ബ് ചെയ്ത് കഴുത്തിൻ്റെ 2 സൈഡിലേക്കും കൊടുത്തു. ജെന്റ്ലി ഓപ്പൺ യുവർ ലുക്ക് അറ്റ് യുവർ പാം. കൈ നേരെ ബാക്കിലേക്ക് വെച്ച് ദീർഘമായി ശ്വാസം, അവിടെ ഇരുന്നു കൊണ്ട് ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ദീർഘമായി ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് നെറ്റി ഭൂമിയിലേക്ക് മുട്ടിക്കാൻ ശ്രമിക്കുക. ദീർഘമായി ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് നെറ്റി ഭൂമിയിലേക്ക് മുട്ടിക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഇപ്പം നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ബോഡി യോഗയ്ക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് സ്ഥൂല വ്യായാമത്തിലൂടെയാണ്. അതായത് നമ്മുടെ എല്ലാ ജോയിൻസും നമ്മൾ ഫ്രീ ആക്കാനാണ് പോകുന്നത്. നമുക്ക് എണീച്ച് നിൽക്കാം. അവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് കഴുത്തിനാണ്. കൈ നമ്മൾ ഹിപ്പിലോട്ട് വെച്ച് നേരെ നോക്കി ദീർഘമായി ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് വലതുവശത്തേക്ക് തിരിക്കുക. മാക്സിമം എത്രത്തോളം പറ്റും അത്രത്തോളം ശ്വാസം എടുത്തുകൊണ്ട് നേരെ, വിട്ടുകൊണ്ട് ലെഫ്റ്റ്, എടുത്തുകൊണ്ട് നേരെ, വിട്ടുകൊണ്ട് റൈറ്റ്, എടുത്തുകൊണ്ട് നേരെ, എടുത്തുകൊണ്ട് നേരെ, വിട്ടുകൊണ്ട് റൈറ്റ്, എടുത്തുകൊണ്ട് നേരെ, വിട്ടുകൊണ്ട് ലെഫ്റ്റ്, എടുത്തുകൊണ്ട് നേരെ. നമ്മൾ ചെയ്യുന്നത് അപ്പ് ആൻഡ് ഡൗൺ ആണ്. ശ്വാസം എടുത്തുകൊണ്ട് തല മുകളിലേക്ക്, വിട്ടുകൊണ്ട് പതിയെ. വെർട്ടിഗോ എന്ന അസുഖമുള്ളവർ മുട്ടിക്കരുത് താഴേക്ക്. കഴുത്ത് വേനക്കാരും താഴേക്ക് മുട്ടിക്കരുത്.
നമ്മൾ ചെയ്യുന്നത് ഈ കഴുത്തിനെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക, ചെരിച്ചിടുക. അതായത് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് ഇതേപോലെ. അതിനുവേണ്ടി നമ്മൾ ഷോൾഡർ പൊക്കരുത്, മാക്സിമം താഴ്ത്തുക. ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു, വിട്ടുകൊണ്ട് ലെഫ്റ്റ്, എടുത്തുകൊണ്ട് നേരെ, വിട്ടുകൊണ്ട് റൈറ്റ്, എടുത്തുകൊണ്ട് നേരെ, വിട്ടുകൊണ്ട് ലെഫ്റ്റ്, എടുത്തുകൊണ്ട് നേരെ, വിട്ടുകൊണ്ട് റൈറ്റ്, എടുത്തുകൊണ്ട് നേരെ, വിട്ടുകൊണ്ട് ലെഫ്റ്റ്, എടുത്തുകൊണ്ട് നേരെ. ഇനി നമ്മൾ ചെയ്യുന്നത് സർക്കിളാണ്. ഓർമ്മിക്കുക, ഹൈ BP ഉള്ളവർ, വെർട്ടിഗോ എന്ന ചെവിക്കകത്ത് പെരിയൽ ലിംഫ് എന്ന ദ്രാവകത്തിൻ്റെ അളവ് കുറഞ്ഞ് വെർട്ടിഗോ അസുഖമുള്ളവർ ഇത് റൗണ്ട് ഫുള്ള് റൗണ്ട് ചെയ്യരുത്, ഹാഫ് സർക്കിൾ മാത്രം ചെയ്യുക. ചെയ്യുന്നത് ഇങ്ങനെയാണ്: ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട്, എടുത്തുകൊണ്ട് ഉയർത്തുക, വിട്ടുകൊണ്ട് താഴ്ത്തി വെക്കുക. ഒരു 3-4 തവണ ഇതേപോലെ ചെയ്യുക. തിരിച്ച് ഓപ്പോസിറ്റ് ചെയ്യുക. ഒരു 3-4 തവണ. നേരെ വരിക. നമ്മൾ കഴുത്തിന് കൊടുത്തു കഴിഞ്ഞു. നമ്മൾ ഷോൾഡറിനാണ് കൊടുക്കുന്നത്. ഷോൾഡറിന് കൊടുക്കുന്നത് നമ്മുടെ ഷോൾഡർ ലെവലിനേക്കാളും കാലുകളെ അകത്തി വെച്ച് ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് കൈപ്പത്തി ഭൂമിയിലേക്ക് ആയിക്കൊണ്ട് തന്നെ കൈവെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തന്നെ കൈ നേരെ മുകളിലേക്ക് ഉയർത്തുക. ഇതേപോലെ നേരെ താഴ്ത്തി വെച്ചു. ഇനി കാൽ ചേർത്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് കാൽ ചേർത്ത് വെക്കുക. 2 കാലുകൾ ചേർത്ത് വെച്ചു. ഇനി നമ്മൾ ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് 2 കൈ ഉയർത്തി നേരെ മുകളിലേക്ക്. നമ്മുടെ കൈയുടെ ബൈസെപ്സ് ചെവിക്ക് ടച്ച് ചെയ്യട്ടെ. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴട്ടെ. ഇത്ര മതി. ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് പതിയെ, ശ്വാസം എടുത്തുകൊണ്ട്, വിട്ടുകൊണ്ട്, ശ്വാസം എടുത്തുകൊണ്ട്, വിട്ടുകൊണ്ട്, ശ്വാസം എടുത്തുകൊണ്ട്, വിട്ടുകൊണ്ട് സാവധാനം താഴ്ത്തി വെക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് ശ്വാസം എടുത്ത് കൈ ഉയർത്തി വിട്ടുകൊണ്ട് ഇതേപോലെ വെക്കുക. അതിനുശേഷം 2 മുട്ടുകൾ ഇതേപോലെ മാക്സിമം റൊട്ടേറ്റ് ചെയ്യാം. എത്രത്തോളം മുകളിൽ അത്രത്തോളം മുകളിൽ നിൽക്കട്ടെ മുട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഇനി നേരെ ഓപ്പോസിറ്റ് ഇതേപോലെ വെച്ച് മുകളിലേക്ക് 20 19 18 17 16 15 14 13 12 11 10 9 8 7 6 5 4 3 2 1. നമ്മൾ ട്രങ്കിനാണ് കൊടുക്കാൻ പോകുന്നത്. കാല് നിങ്ങൾ ഷോൾഡർ ലെവലിനേക്കാളും എത്തി വെക്കുക. ദീർഘമായി ശ്വാസം എടുത്ത് 2 കൈകൾ ഉയർത്തുക. ഇതേപോലെ വെക്കുക. ശ്വാസം വിട്ടുകൊണ്ട് വലത് കൈ ഞാൻ കാണിച്ചു തരാം. ശ്വാസം വിട്ടുകൊണ്ട് വലത് കൈ നേരെ ബാക്കിലേക്ക് മാക്സിമം പോകുമ്പോൾ ഇടത് കൈയുടെ കൈപ്പത്തി വലത് ഷോൾഡറിലേക്ക്. ശ്വാസം എടുത്തു, വിട്ടു. ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യുക. ഈ സമയം നമ്മുടെ കാല് അവിടുന്ന് ഇളകരുത്. സ്റ്റാർട്ട് ചെയ്യാം. 1 2 ഇൻഹേൽ എക്സേൽ, 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 ഇൻഹേൽ എക്സേൽ. അപ്പം നമ്മുടെ ഏകദേശം കഴുത്തിൻ്റെ ജോയിൻസ്, നമ്മുടെ ട്രങ്ക്, നമ്മുടെ ഷോൾഡർ ഇതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. നമ്മൾ പതിയെ യോഗയിലേക്ക് പോകാൻ പോവാണ്. നിൽക്കുന്ന 5 ആസനാസ് ഉണ്ട് നമ്മൾ
പ്രോട്ടോക്കോളിൽ ആദ്യത്തെ ആസനമാണ് താടാസന. താടം എന്ന വാക്കിൻ്റെ അർത്ഥം പാം ട്രീ എന്നാണ്, പന. അതേപോലെ നമ്മുടെ ബോഡിയെ നമ്മൾ നേരെ ഒരു ഒറ്റത്തടിയായി മാറ്റുക, കവുങ്ങ് പോലെ തെങ്ങ് പോലെയുള്ള ഒറ്റത്തടിയായിട്ട് കൊണ്ടുവരുന്നതിനെയാണ് ഞാനൊന്ന് കാണിച്ചു തരാം. ഓരോ ആസനങ്ങളിലും കഴിയുന്നതും 10 to 30 seconds നിൽക്കാൻ നോക്കുക. അതിനെ വിളിക്കുന്ന പേര് സ്റ്റാറ്റിക് ആസന എന്നാണ്. നമ്മൾ ഒരു നിശ്ചലമായി നിൽക്കുക, സ്റ്റാറ്റിക്കായി നിൽക്കുക നമ്മളതിന്. ഈ സ്റ്റാറ്റിക് ആസന ചെയ്യുമ്പോഴാണ് ബോഡിക്ക് കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുന്നത്. ചെയ്യുന്ന ഇങ്ങനെയാണ്, 2 കാൽ ചേർത്ത് വെക്കും. നമുക്ക് വേണമെങ്കിൽ ഒരു 2 ഇഞ്ച് വേണമെങ്കിൽ കാലകത്തി വെക്കാം. ചില ആൾക്കാർ കാൽ ചേർത്ത് വെക്കുമ്പോൾ ഗിഡ്നസ് വരും നമുക്ക്. അതിന് വേണമെങ്കിൽ ഒരു 2 ഇഞ്ച് അകത്തി വെക്കാം. എന്നിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. ആദ്യം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും ഇതേപോലെ വെച്ച് നേരെ മുകളിലേക്ക് കൊണ്ടുവന്ന് ഇന്റർലോക്ക് ചെയ്ത് ആ കൈപ്പത്തി ഉള്ളംകൈ ആകാശത്തിലേക്ക് കൊടുത്ത് ശ്വാസം എടുത്തുകൊണ്ട് തന്നെ ഹീൽ മാക്സിമം പൊക്കുക. എത്രത്തോളം പറ്റുമോ അതേ പോയിന്റിലേക്ക് നിൽക്കുക. അവിടുന്ന് ശ്വാസം എടുത്ത് അവിടെ നിൽക്കട്ടെ ഒരു 30 സെക്കൻഡ് നേരം. നമുക്കൊരു വേണമെങ്കിൽ ഒരു 20 വരെ എണ്ണാം, 1 2 എന്ന് എണ്ണാം. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴ്ത്തി വെക്കുക. ചെയ്യാം നമുക്കത്. 2 കാൽ ചേർത്ത് വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് 2 കൈ പൊങ്ങട്ടെ, ഷോൾഡർ ലെവലിൽ പൊങ്ങി ശ്വാസം എടുത്തുകൊണ്ട് തന്നെ തലക്ക് മുകളിലേക്ക് വന്ന് ഇന്റർലോക്ക് ചെയ്ത് ഈ കൈപ്പത്തിയെ ആകാശത്തിലോട്ട് വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് തന്നെ മാക്സിമം ഹീൽ വെക്കുക. ഒരു പോയിന്റിൽ നിൽക്കട്ടെ, ഒരു പോയിന്റിലേക്ക് നോക്കട്ടെ. ന്യൂറോ മസ്കുലർ ആക്ടിവിറ്റീസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ആസനമാണിത്. നമുക്കുണ്ടാകുന്ന സ്കോളിയോസിസ് അസുഖത്തെ ഇല്ലാതാക്കുന്ന ആസനമാണിത്. എല്ലാ നെർവ്സുകളെയും പിടിച്ചു വലിക്കുന്ന ഒരു ആസനമാണിത്. സ്ട്രെച്ച് കിട്ടുന്ന ആസനമാണിത്. 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. സ്ലോലി താഴ്ത്തി വെക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കാഫ് മസിലിനാണ് എഫക്റ്റ് വരുന്നത്. കാഫ് മസിലിനെ വിളിക്കുന്നവർ സെക്കൻഡ് ഹാർട്ട് എന്നാണ് സയൻസ് വിളിക്കുക. അപ്പോൾ ഈ സെക്കൻഡ് ഹാർട്ട് എന്ന് പറഞ്ഞ കാഫ് മസിൽ അത്രയും സ്ട്രെങ്ത് കിട്ടുന്ന ആസനമാണത്. ഒന്നും കൂടി ചെയ്യാം നമുക്കത്. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകൾ പൊങ്ങട്ടെ, സ്ലോലി ഇന്റർലോക്ക് ചെയ്യട്ടെ, തലക്ക് മുകളിൽ ഇന്റർലോക്ക് ചെയ്യട്ടെ. ഉള്ളംകൈ ആകാശത്തിലേക്ക് വെച്ചുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് തന്നെ കൈ പൊങ്ങട്ടെ, കാല് പൊങ്ങട്ടെ. മാക്സിമം 20 19 18 17 16 15 14 13 12 11 10 9 8 7 6 5 4 3 2 1. ഗുഡ്. ഇത്രയേ വേണ്ടൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത ആസനമാണ് വൃക്ഷാസന. ഒരു മരത്തിന് വേര് എത്രത്തോളം പ്രാധാന്യമുള്ളതാണോ ഇതേപോലെയാണ് നമ്മുടെ ബലമുള്ള കാലുകൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നതാണ്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ന്യൂറോ മസ്കുലർ ആക്ടിവിറ്റിയെ കൂട്ടുന്നൊരു ആസനം കൂടിയാണ്. കോൺസെൻട്രേഷൻ നല്ല ആസനമാണ്. പണ്ടത്തെ ഋഷിമാരിമാർ നമ്മൾ ധ്യാനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആസനമാണിത്. ചെയ്യുന്ന ഇങ്ങനെയാണ്, എന്ന് കാണിച്ചു തരാം. വലത് കാല് മടക്കി ഈ ഇടത് കാലിൻ്റെ ഹീല് നമ്മുടെ പെരീനിയത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മുടെ തുടയുടെ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവരിക, അവിടെ കുത്തി നിർത്തുക. ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് 2 കൈയും ചേർത്ത് വെച്ച് തൊഴുത് വെച്ച് അവിടെ നിൽക്കട്ടെ. ശ്വാസം എടുക്കുക വിടുക അവിടെ തന്നെ നിൽക്കട്ടെ. പറ്റുമെങ്കിൽ ശ്വാസം പിടിച്ച് വെക്കുക. അവിടെ പറ്റുമെങ്കിൽ ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴ്ത്തി വെക്കുക. ഇതേപോലെ ഇടത് ഭാഗം 2 കാൽ ചേർത്ത് വെച്ചു, ഇടത് കാല് മാക്സിമം കയറ്റി വെച്ചു, അവിടെ നിന്നു. ശ്വാസം എടുത്തുകൊണ്ട് തന്നെ ശ്വാസം എടുക്കുക വിടുക. കൈ മാക്സിമം ഈ കൈയുടെ ബൈസെപ്സ് ചെവിക്കിട ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചെയ്യാം നമുക്കത്. 2 കാൽ ചേർത്ത് വെച്ചു, വലത് കാലിനെ മാക്സിമം കയറ്റി വെക്കുക. വലത് കാലിനെ ഇടത് കാലിൻ്റെ തുടയിലേക്ക് മാക്സിമം കയറ്റി വെക്കുക. ഈ 5 വിരലും താഴേക്ക് വരട്ടെ. ശ്വാസം എടുത്തുകൊണ്ട് തന്നെ 2 കൈകളും ഉയർത്തി തൊഴുത് നിൽക്കട്ടെ. അവിടെ തൊഴുത് നിൽക്കട്ടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. മതി. ഇവിടെ സംഭവിക്കുന്നത്, ഞാൻ വലത് കാല് കയറ്റി വെക്കുമ്പോൾ നമുക്കറിയാം ലെഫ്റ്റ് ഹെമിസ്ഫിയർ. ഈ ലെഫ്റ്റ് ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ ഇടത് ഭാഗം. നമുക്കറിയാം വലത് ഭാഗത്ത് നിയന്ത്രിക്കുന്നത് ഈ ബ്രെയിനിൻ്റെ ഇടത് ഭാഗമാണ്. അപ്പോൾ ഇത് ആക്റ്റീവ് ആക്കാൻ പറ്റിയൊരു മാർഗ്ഗമാണ്. ഇനി നമ്മൾ തിരിച്ച് ഓപ്പോസിറ്റ് ചെയ്യാണ്. ഇടത് കാല് കയറ്റി വെക്കുക. നമ്മുടെ റൈറ്റ് ഹെമിസ്ഫിയർ ആണ് കൂടുതൽ ആക്റ്റീവ് ആകുന്നത്. അവിടെ തൊഴുത് നിൽക്കട്ടെ. 1 2 3 4 5 6 7 8
9, 10, 11, 12, 13, 14, 15 മതി. പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി വെക്കുക. ഒന്നും കൂടി ചെയ്യാം. നമുക്ക് ഓരോന്നും രണ്ടെണ്ണം വെച്ച് ചെയ്യാം. ഒന്നും കൂടി ചെയ്യാം. നമുക്കത് വലത് കാലം മടക്കി വെക്കുക. മാക്സിമം പോകട്ടെ. കാൽ ചേർത്ത് വെക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 മതി. ഇനി ഓപ്പോസിറ്റ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗ്ഗമാണ്, പഠിപ്പിക്കാൻ നല്ല മാർഗ്ഗമായത്. ഒന്നും അഗ്രസീവായ കുഞ്ഞുങ്ങളെ ഒതുക്കാൻ ഒരു മാർഗ്ഗം ഇത് തന്നെയാണ്. ഓപ്പോസിറ്റിലേക്ക് കൊടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 മതി. വെരി ഗുഡ് മതി. നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് പാദഹസ്താസനം. പാദം മീൻസ് കാല്, ഹസ്തം മീൻസ് കൈ. പാദഹസ്താസനം ചെയ്യുമ്പോൾ ഓർമ്മിക്കുക, നടുവേദനയുള്ളവർ ദയവ് ചെയ്യരുത്. അതുപോലെ തന്നെ ഹൈ BP ഉള്ളവർ ചെയ്യരുത്. അതുപോലെ തന്നെ നമുക്ക് കണ്ണിന് അസുഖമുള്ളവർ ചെയ്യരുത്. ചെവിക്ക് പഴുപ്പുള്ളവർ, ചെവിയിൽ നിന്ന് വെള്ളമൊഴിക്ക് പഴുപ്പ് പുറത്തേക്ക് വരുന്നവർക്ക് ചെയ്യരുത്. ചെയ്യുന്ന ഇങ്ങനെയാണ്. 2 കൈ ചേർത്ത് വെച്ച് 2 കാൽ ചേർത്ത് വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് പതിയെ ഉയർന്ന് ഈ കൈയുടെ ബൈസെപ്സ് ചെവിക്ക് ടച്ച് ചെയ്ത് ഒന്ന് ബാക്കോട്ട് പോകും ഞാൻ. എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് മുമ്പോട്ടേക്ക് സ്ട്രെച്ച് ചെയ്യാം. ഇനി ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇത്രയാണെങ്കിൽ ഇത്ര മതി, എനിക്ക് ഇത്രേ പറ്റും, അത്ര മതി. തല താഴ്ത്തി വെക്കുക. ഇനി ഇത്ര പറ്റും. ഇനി അതെല്ലാം എനിക്ക് കൈ ഭൂമിയിലേക്ക് ടച്ച് ചെയ്യാൻ പറ്റുമെങ്കിലോ ശ്വാസം എടുത്ത് ബാക്കോട്ട് വന്ന് ശ്വാസം വിട്ടുകൊണ്ട് പതിയെ നമുക്ക് എന്ത് ചെയ്യാം, കൈ ഭൂമിയിലേക്ക് പതിപ്പിച്ച് വെക്കാം. അവിടെ നിൽക്കട്ടെ. എപ്പോഴാണോ ഉണരേണ്ടത്, ശ്വാസം എടുത്തുകൊണ്ട് കൈയും തലയും ഒരേപോലെ ഉയർന്ന് നേരെ ബാക്കോട്ടേക്ക് വന്ന് ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി വെക്കുക. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നടുവിൽ കൂടുതൽ മുന്നോട്ട് വളയരുത്. ചെവിക്ക് അസുഖമുള്ളവർ ചെയ്യരുത്, കണ്ണ് അസുഖമുള്ളവർ ചെയ്യരുത്. സംഭവിക്കുന്നത് നമുക്കറിയാം, ഫ്രണ്ടൽ ലോബ്സ് എന്ന് പറയുന്നത് ഭാഗമുണ്ട്. ഇവിടെ സ്ട്രെസ് നമ്മളാകെ ബാധിക്കുന്നത് ഈ ഭാഗത്താണ്. അതുകൊണ്ടാണ് നമുക്ക് സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ കൈ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അയ്യോ എന്നാ പറയുന്നത് നമ്മൾ. ഈ ഫ്രണ്ടൽ ലോബ്സ് എന്ന് പറഞ്ഞ ലോബ്സിലേക്ക് രക്തത്തിൻ്റെ അളവിലേക്ക് കൂടെ ഒരു മാർഗ്ഗമാണ് ഈ ഹസ്താസനം. ചെയ്യാൻ നമുക്കത് കൈ ചേർത്ത് വെച്ചു, കാൽ ചേർത്ത് വെച്ചു, കാൽ 2 ഇഞ്ച് അകലത്തിൽ വെച്ചു. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകൾ ഉയർത്തി ചെവിക്ക് ടച്ച് ചെയ്ത് ഒന്ന് ബാക്കോട്ട് പോട്ടെ. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ ഭൂമിയിലേക്ക് എത്രത്തോളം പറ്റുമോ അത്രത്തോളം ഭൂമിയിലേക്ക് വരിക. അത്രത്തോളം വരിക. എത്രത്തോളം പറ്റുമോ അത്രത്തോളം വരിക. പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക. പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക. നേരെ ബാക്കോട്ട് പോയി ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴ്ത്തി വെക്കുക. നമുക്കൊന്നും കൂടി ചെയ്യാം. അത് തന്നെ കൈകൾ ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു, ചെവിക്ക് ടച്ച് ചെയ്തു, നേരെ പിന്നോട്ടേക്ക് പോയി ശ്വാസം വിട്ടുകൊണ്ട് സ്ലോലി കം ഡൗൺ. എത്രത്തോളം പറ്റുമോ അത്രത്തോളം വരിക. പതിയെ ശ്വാസം എടുത്തുകൊണ്ട് പൊങ്ങുക. ശ്വാസം വിട്ട് താഴ്ത്തി വെക്കുക. ഇനഫ് മതി. ഇനി നിൽക്കുന്ന അവസാനത്തെ ആസനമാണ് ത്രികോണാസന. ത്രികോണാസന എന്ന് പറയുക, ത്രികോണത്തിൻ്റെ ഷേപ്പ് ലാസ്റ്റ് വരുന്നതുകൊണ്ടാണ് ത്രികോണാസന എന്ന് വിളിക്കുന്നത്. ചെയ്യുന്ന ഇങ്ങനെയാണ്. 2 കാൽ ചേർത്ത് വെച്ചു, വലത് കാലിൽ ഷോൾഡർ ലെവലിനേക്കാളും അകത്തിൽ വെക്കുക. അതിനുശേഷം 5 വിരലുകളും വലത് വശത്തേക്ക് തിരിക്കുക. ഞങ്ങൾ കാണിച്ചു തരാം. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സമയത്ത് 2 കാലിൻ്റെ ഹീലും ഒരേ ലൈനിൽ വരണം. 2 ഈക്വൽ കാലുകൾക്കും ബാലൻസ് കൊടുത്തുകൊണ്ട്, വെയിറ്റ് ബാലൻസ് കൊടുത്തുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് 2 കൈ ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് മുട്ട് വളയാതെ വലത് കൈയെ കൊണ്ട് വലത് ഹീൽ ആംഗിളിലേക്ക് പിടിക്കുക. നോട്ടം ഉയർത്തിയ ഇടത് കൈ വെള്ളയിലേക്ക്. അവിടുന്ന് ശ്വാസം എടുക്കുക, വിടുക ചെയ്യുക. ഇനി അവിടുന്ന് പിടിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചു വെക്കുക. സ്റ്റാറ്റിക് ആസനം നിങ്ങൾ മോർ ദാൻ 30 സെക്കൻഡ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. ഇനി അഥവാ 30 സെക്കൻഡ്സിൽ കുറവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാം. ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി വെച്ചു. ഇനി വലത് കാൽ നേരെ വെച്ചു, ഇടത് കാൽ ഇടത് വശത്തേക്ക്. ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകൾ ഷോൾഡർ ലെവലിലേക്ക് പൊക്കി.
ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കൈയെ കൊണ്ട് ഇടത് ഹീൽ ആംഗിളിലേക്ക് പിടിക്കുക. നോട്ടം ഉയർത്തിയ വലത് കൈ വെള്ളയിലേക്ക്. അവിടെ നമ്മൾ ശ്വാസം എടുക്കുക, വിടുക, എടുക്കുക, വിടുക ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി വെച്ചു. നിങ്ങൾ ഏതൊരു ആസനയിലാണോ 30 സെക്കൻഡ്സിൽ കൂടുതൽ നിൽക്കുന്നത് നിങ്ങൾക്ക് അവിടെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. അല്ലെങ്കിൽ പരമാവധി ഹോൾഡ് ചെയ്യുക. അതിനെ കുംഭക എന്നാണ് വിളിക്കുക. ചെയ്യാൻ നമുക്കുന്നത് 2 കാൽ ചേർത്ത് വെച്ചു, 1 കാല് മാത്രം അകലത്തിലേക്ക് വെച്ചു, വലത് കാൽ അകലത്തിലേക്ക് വെച്ച് 5 വിരലും വലത് വശത്തേക്ക് തിരിച്ചു, നേരെ നോക്കി ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് 2 കൈ ഷോൾഡർ ലെവലിൽ പൊക്കി, ശ്വാസം വിട്ടുകൊണ്ട് വലത് കൈയെ കൊണ്ട് വലത് കാലിലേക്ക് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. എത്ര പറ്റും അത്രമാത്രം മതി. നിങ്ങൾക്ക് എത്ര പറ്റും അത്രമാത്രം മതി. നോട്ടം നേരെ ഉയർത്തിയ കൈവെള്ളയിലേക്ക്, ഉയർത്തിയ കൈവെള്ളയിലേക്ക്. അവിടെ നമ്മൾ ശ്വാസം എടുക്കുക, വിടുക, എടുക്കുക, വിടുക ചെയ്യുക. ശ്വാസം എടുക്കുക, വിടുക, എടുക്കുക, വിടുക ചെയ്യുക. ശ്വാസം എടുക്കുക, വിടുക ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക, ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴ്ത്തി വെക്കുക. ഇനി വലത് കാലിൽ നേരെ വെച്ചു, ഇടത് കാലിൽ ഇടത് വശത്തേക്ക് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകൾ ഷോൾഡർ ലെവലിൽ പൊക്കി, ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കൈയെ കൊണ്ട് ഇടത് കാലിലേക്ക് പിടിക്കുക. പരിവർത്ത ത്രികോണാസനവും ത്രികോണാസനവും ഉണ്ട്. ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി വെക്കുക. ഒന്നും കൂടി ചെയ്യാം നമുക്കത് തന്നെ. ഇനി വലത് വശത്തേക്ക് തിരിക്കുക, കാല് വലത് വശത്തേക്ക് തിരിച്ചു, ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും ഷോൾഡർ ലെവലിൽ പൊക്കി, ശ്വാസം വിട്ടുകൊണ്ട് വലത് കൈയെ കൊണ്ട് വലത് കാലിലേക്ക് പിടിക്കുക. നോട്ടം ഉയർത്തിയ ഇടത് കൈ വെള്ളയിലേക്ക്. കഴിയുന്നത് മുട്ട് വളയാതിരിക്കട്ടെ. നിങ്ങൾക്ക് എത്ര പറ്റുമോ അത്ര മാത്രം മതി. ശ്വാസം എടുത്തുകൊണ്ട് ഉയരുന്നു, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി വെച്ചു. ഇനി ഇടത് കാലിലേക്ക്, അത് കാലം ഇടത് കാൽ തിരിച്ചു വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകൾ ഉയർത്തി, ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കൈയിലേക്ക് കാലിലേക്ക് പിടിക്കുക. നോട്ടം ഉയർത്തിയ വലത് കൈ വെള്ളയിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് കൈ നിവർന്നു വന്നു, ശ്വാസം വിട്ട് താഴ്ത്തി വെച്ചു. ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ സയാറ്റിക്ക നെർവ്സിന് സ്ട്രെച്ച് ഉണ്ടാകുന്നു. നമ്മുടെ കഴുത്തിന് ടൈനി മസിൽസ് നമ്മുടെ കഴുത്തിലുള്ളത്. ഈ ടൈനി മസിൽസുകൾക്ക് സ്ട്രെങ്ത് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ സെർവിക്കൽ വെർട്ടിബ്ര എന്ന് പറഞ്ഞ 7 കശേരുക്കൾ നമുക്കുണ്ട്. അതിൽ അറ്റ്ലസ് ആക്സിലാണ് കൂടുതൽ എഫക്റ്റ് കിട്ടുന്നത്. ഈ വെർട്ടിബ്രക്ക് നല്ലതാണ്. അതാണ് തിരിഞ്ഞു നോക്കുമ്പോഴുള്ള പ്രത്യേകത. നമ്മൾ നിൽക്കുന്ന ആസനങ്ങൾ കഴിഞ്ഞു. നമ്മൾ ഇരിക്കുകയാണ്. അവിടെ നിന്ന് ഇരിക്കുക, ഇവിടെ ഒന്നിരിക്കുക. നമ്മൾ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ആസനങ്ങൾ ആദ്യം ചെയ്ത് ഭദ്രാസനം എന്ന ആസനമാണ്. ഭദ്രം എന്ന വാക്കിൻ്റെ അർത്ഥം ഓസ്പീഷ്യസ് എന്നാണ്. ഏറ്റവും ഒരു പവർഫുള്ളായ ആസനമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഫേം എന്നും കൂടി അർത്ഥമുണ്ട് ഇതിന്. 2 കാലുകൾ നമ്മൾ പാദങ്ങൾ ചേർത്ത് വെക്കും. മുട്ടുവേദനക്കും നല്ല ആസനമായത്, മുട്ടുവേദനക്കാർക്കും നല്ല ആസനമാണ്. പാദങ്ങൾ ചേർത്ത് വെക്കുക, കാലിൻ്റെ അടി ചേർത്ത് വെക്കുക. എന്നിട്ട് ഇൻ്റർലോക്ക് ചെയ്തുകൊണ്ട് ഈ കാൽപാദത്തേക്ക് പിടിക്കുക. നേരെ നമ്മുടെ പെരീനത്തിൻ്റെ ഭാഗത്തേക്ക്, നമ്മുടെ ജന്യത്തിൻ്റെ ഭാഗത്തേക്ക് കാലിൻ്റെ ഹീലിനെ കൊണ്ടുവരിക. കാലിൻ്റെ മുട്ടുകൾ മാക്സിമം താഴ്ന്നു നിൽക്കട്ടെ, മാക്സിമം ഭൂമിയിലേക്ക് നിൽക്കട്ടെ. ശ്വാസം നേരെ എടുക്കുക, നേരെ നിവർന്നുകൊണ്ട് ശ്വാസം എടുക്കുക, വിടുക, എടുക്കുക, വിടുക ചെയ്യുക. നേരെ നോക്കിക്കൊണ്ട് ശ്വാസം എടുക്കുക, വിടുക ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മോർ ദാൻ 30 സെക്കൻഡ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ശ്വാസം എടുക്കുക, വിടുക ചെയ്യുക. അതിന് കുറവാണെങ്കിൽ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക. ഇത് സ്ത്രീകൾക്ക് വിശിഷ്ടപ്പെട്ട ആസനമാണിത്. അതിലുപരി നമ്മുടെ ജനേന്ദ്ര തകരാറുകൾക്ക് നല്ല ആസനമാണിത്. ഫലോപ്പിൻ ട്യൂബിലേക്ക് അല്ലെങ്കിൽ പുരുഷന്മാരുടെ പോസ്ട്രേറ്റ് ഗ്ലാൻസിലേക്ക് രക്തം കിട്ടുന്നുള്ളൊരു ആസനമാണിത്. ഫൈബ്രോയിഡ് നല്ല ആസനമാണിത്, ഇല്ലാതിരിക്കുന്ന നല്ല ആസനമാണിത്. സ്ട്രെയിറ്റ് ആയിരിക്കുക. ഓക്കെ, കാൽ നീട്ടി വെക്കുക. ഒന്നും കൂടി ചെയ്യാം. കാൽ നീട്ടി വെച്ചുകൊണ്ട് ഒന്നും കൂടി ചെയ്യാം നമുക്കത്. യെസ്, കാൽപാദം മടക്കി വെച്ച് സ്ട്രെയിറ്റ് ആയിരുന്നു. യെസ്, കാലിൻ്റെ മുട്ടുകൾ എത്രത്തോളം ഭൂമിയിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റും അത്രത്തോളം ചേർത്ത് വെക്കുക. ഓക്കെ, സ്ട്രെയിറ്റ് ആയിരിക്കും. അടുത്ത് നമ്മൾ ഇരിക്കുന്ന ആസനങ്ങളിൽ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് അർദ്ധ ഉഷ്ട്രാസന. ഉഷ്ട്രം എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, ഒട്ടകം എന്ന അർത്ഥം. ഉഷ്ട്രം എന്ന് വെച്ചാൽ
ഓരോ ആസനങ്ങളും ഏത് ജീവിയുടെ പേരിലാണോ അറിയപ്പെടുന്നത് ആ ജീവിക്കുള്ള എല്ലാ ക്വാളിറ്റി നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അർദ്ധ ഉഷ്ട്രാസനം ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ചെയ്യുന്നത് വജ്രാസനമാണ്. വജ്രം എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, കാഠിന്യമേറിയ വസ്തുവാണ് വജ്രം. അതേപോലെ തന്നെ പുരുഷൻ്റെ ലൈംഗികാവയത്തെ വജ്രം എന്ന് വിളിക്കാറുണ്ട്. അതിനർത്ഥം കൂടിയാണ്. ഈ കാല് നമ്മൾ ഇടത് കാല് ഓർമ്മിക്കുക, മുട്ടുവേദനക്കാൽ ചെയ്യാതിരിക്കുക. ഇങ്ങനെ ഇടത് കാല് വെച്ചു, അതിനുശേഷം വലത് കാല് വെച്ചു, ഇടത് കാലിൻ്റെ പെരുവിരലിൻ്റെ മുകളിൽ വലത് കാലിൻ്റെ പെരുവിരൽ ബിഗ് ടോ കയറ്റി വെക്കുക. എന്നിട്ട് സ്ട്രെയിറ്റായി ഇരിക്കുക. ഇതേപോലെ കൈ വെക്കുക. ദീർഘമായി ശ്വാസം എടുക്കുക, വിടുക ചെയ്യുക. എല്ലാ മതങ്ങളിലും കാണുന്ന ഒരു ആസനമാണിത്. മുസ്ലിം മതമായാലും ക്രിസ്തു മതമായാലും ബുദ്ധമതമായാലും ഹിന്ദു മതമായാലും എല്ലാ മതങ്ങളിലും കാണുന്ന ഒരു ആസനമാണ് വജ്രാസനം. ഏറ്റവും കംഫർട്ടായിരിക്കാൻ പറ്റുന്ന ആസനമാണ്. ഒന്ന് ചെയ്ത് നോക്കാം നമുക്കത്. ഏറ്റവും കംഫർട്ടായിരിക്കാൻ, ഏറ്റവും സുഖമാണ്. എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. ഇത് ഈ കാലിൻ്റെ ഈ മുട്ടിൻ്റെ ഈ ഹീലിൻ്റെ മുകളിൽ നമ്മൾ ഇരിക്കുന്നത്. സ്ട്രെയിറ്റ് ആയിരിക്കാം. എല്ലാ ആസനങ്ങളും ഭക്ഷണം കഴിഞ്ഞ് 3.5 മണിക്കൂർ 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആസനങ്ങൾ ചെയ്യേണ്ടത്. എക്സെപ്റ്റ് ദിസ് ആസന. ഇത് നമുക്ക് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ പറ്റിയ ആസനമാണിത്. ഇത് സംഭവിക്കുന്നത് നമ്മുടെ കാഫ് മസിലിന് ഏറ്റവും രക്തം വേണ്ട ഭാഗമാണ്. നേരത്തെ പറഞ്ഞു സെക്കൻഡ് ഹാർട്ടാണെന്ന് പറഞ്ഞു. ആ കാഫ് മസിലിൻ്റെ രക്തത്തെ കൂടി ബ്ലോക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ അബ്ഡോമൻ, ലോവർ അബ്ഡമൻ്റെ ഭാഗത്തേക്കാണ്, പൊക്കിളിൻ്റെ താഴത്തേക്കാണ് രക്തത്തെ കൊണ്ടുവരുന്നത്. നമ്മുടെ ജനനത്തിനാണ്, നമ്മുടെ ജനറ്റിക്കൽ ഓർഗനാണ് ഇതിൻ്റെ വലിയ പ്രത്യേകത. കിഡ്നിക്ക് നല്ലതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി പതുക്കെ നമ്മൾ ഓരോ കാൽ നീട്ടി വെക്കുക. എപ്പോഴും നമ്മൾ കാല് മടക്കി വെച്ചാൽ നിർബന്ധമായി നമ്മൾ കാൽ നീട്ടി വെച്ചിട്ട് മാത്രമേ അടുത്തതിലേക്ക് പോകാൻ പാടുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആസനമാണ് അർദ്ധ ഉഷ്ട്രാസന. മൂന്നാമത്തെ ആസനമാണ് അർദ്ധ ഉഷ്ട്രാസന. അർദ്ധ മീൻസ് ഹാഫ്, ഉഷ്ട്ര മീൻസ് ഒട്ടകം. ചെയ്യുന്ന ഇങ്ങനെയാണ്. എന്ന് കാണിച്ചു തരാം. ഇതേപോലെ മുട്ടുമടക്കി മുട്ടുമേൽ നിന്നു. എന്നിട്ട് കാലിൻ്റെ മുട്ടുകൾ തമ്മിൽ അല്പം നകത്തി വെക്കുക. കൈകൾ എന്ത് ചെയ്യുക? കൈകൾ ശ്വാസം എടുത്തുകൊണ്ട് തന്നെ കൈ ഉയർത്തി ഇങ്ങനെ കൈ ഉയർത്തി കൈ നേരെ ഹിപ്പിലേക്ക് വെക്കുക. കൈകൾ ഹിപ്പിലേക്ക് വെക്കുക. എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് അല്പം ഒന്ന് ബാക്കോട്ടേക്ക് പോവുക. ശ്വാസം വിട്ടുകൊണ്ട് വരിക. ഇത് ഏറ്റവും നല്ലത് ലങ്സിനാണ്. കാരണം നമ്മൾ കൈകൾ ഇങ്ങനെ വെച്ച് വെക്കുമ്പോഴത്തേക്ക് ലങ്സ് കപ്പാസിറ്റി കൂട്ടുന്ന ആശ്രമം ഈ സമയത്ത് ഏറ്റവും നല്ല ആശ്രമമാണിത്. കാരണം വലത് ലങ്സിനകത്ത് 3 ലോബ്സുകളുണ്ട്, ലോവർ, മിഡിൽ ആൻഡ് അപ്പർ ലോബ്സ്. ഈ 3 ലോബ്സുകളെയും അതിൽ ഏറ്റവും താഴത്തെ ലോവർ ലോബ്സ് എന്ന് പറയുന്ന ലോബ്സിനെ എക്സ്പാൻഡ് ചെയ്യാനൊരു മാർഗമാണ് ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് ബാക്കോട്ടേക്ക് വരിക. ശ്വാസം വിട്ടുകൊണ്ട് നേരെ വരിക. ഒന്ന് ചെയ്യാൻ നമുക്കത്. മുട്ടുകുത്തി നിന്നു, മുട്ടുമേൽ നിന്നു, കൈ ഹിപ്പിലോട്ട് വെച്ച് ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് ബാക്കോട്ടേക്ക് വരിക. മാക്സിമം വരിക, എത്രത്തോളം പറ്റുമോ അത്രത്തോളം വരിക. നടുവേദനക്ക് നല്ലതാണ്. തൈറോയ്ഡ് ഗ്രന്ഥി ആക്റ്റീവ് ആക്കുന്നതാണ്. ശ്വാസം വിട്ടുകൊണ്ട് നേരെ വരിക. യെസ്, ഒന്നും കൂടി ചെയ്യാമത്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ ബാക്കോട്ടേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ ബാക്കോട്ടേക്ക്. ഗുഡ്. ശ്വാസം വിട്ടുകൊണ്ട് നേരെ വരിക. ലാസ്റ്റ് വൺ. ശ്വാസം എടുത്തുകൊണ്ട് നേരെ ബാക്കോട്ടേക്ക്. എത്ര നിൽക്കാൻ പറ്റുമോ അത്ര നിൽക്കുക. ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ബാക്ക് പെയിൻ, വെരി ഗുഡ് ഫോർ നെക്ക് പെയിൻ, വെരി ഗുഡ് ഫോർ യുവർ ലങ്സ്, വെരി ഗുഡ് ഫോർ തൈറോയ്ഡ്. നേരെ വരിക. മതി. ഒന്ന് കാൽ നീട്ടി വെച്ചിരിക്കുക. ഇനി ഒന്ന് കാൽ നീട്ടി വെച്ചിരിക്കുക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് പൂർണ്ണ ഉഷ്ട്രാസനമാണ്. ഇത് അർദ്ധയാണ് പഠിച്ചത്, ഇനി പൂർണ്ണമാണ്. ഇതും ഫ്രോസൺ ഷോൾഡറിന് അസുഖത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ കഴുത്തിന് നല്ലതാണ്. ശ്വാസം എടുക്കാനും കപ്പാസിറ്റി കൂട്ടുന്ന ആസനമാണ്. ഇത് താരതമ്യേന കുറച്ചൊരു വിഷമമുണ്ടാവും. നിങ്ങൾക്ക് എത്ര പറ്റുമോ അത്ര മാത്രം ചെയ്യുക. നമുക്ക് എത്രത്തോളം നിങ്ങളുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ എത്രത്തോളം പറ്റുമോ അത്ര മാത്രമേ ചെയ്യാവൂ. നമ്മൾ കാൽ നീട്ടി വെച്ചു, കാൽ ബാക്കോട്ടേക്ക് വന്ന് നിന്നു. അവിടെ ചെയ്യുന്നത് 2 കൈ തൊടയുടെ മുകളിലേക്ക് വെച്ചു, ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തി
വലത് കൈയെ കൊണ്ട് വലത് ഹീലിലേക്ക്, ഇടത് കൈയെ കൊണ്ട് ഇടത് ഹീലിലേക്ക്. ഈ നമ്മുടെ നടുവിനെ മാക്സിമം മുമ്പോട്ടേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുക്കണം തോന്നുമ്പോൾ ശ്വാസം എടുത്ത് വലത് കൈ നേരെ കൊണ്ടുവന്നു, എടുത്തുകൊണ്ട് ഇടത് കൈ നേരെ കൊണ്ടുവന്നു, വിട്ടുകൊണ്ട് അവിടെ ഇരുന്നു. ചെയ്യാൻ നമുക്കൊന്നത് മുട്ടുകുത്തി നിന്നു, മുട്ടുകുത്തി നിന്നു, കൈകൾ പതിയെ ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തി, വലത് കൈയെ കൊണ്ട് വലത് ഹീല്, ഇടത് കൈയെ കൊണ്ട് ഇടത് ഹീല്, മാക്സിമം വയറിനെ മുന്നോട്ടേക്ക് കൊണ്ടുവരിക. എത്ര പറ്റൂ അത്ര ചെയ്യുക. ഗുഡ് ഗുഡ്. എത്ര പറ്റൂ അത്ര ചെയ്താൽ മതി. ശ്വാസം വിട്ടുകൊണ്ട് നേരെ വരിക. ഒന്നും കൂടി ചെയ്യാൻ നമുക്കത്. ശരിക്കും നിങ്ങൾ നിൽക്കണം, മുട്ടുമേൽ നിൽക്കുമ്പോഴാണ് എഫക്റ്റ് വരിക. ശരിക്കും നമ്മുടെ 33 കശേരുക്കളെയും ശരിയായ രീതിയിൽ സ്ട്രെച്ച് ചെയ്യുന്നൊരു ആസനമായത്. കുറച്ച് കാലിൻ്റെ മുട്ടകത്തി വെച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കൈകൾ ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തി, എടുത്തുകൊണ്ട് തന്നെ വലത് ഹീലിലേക്ക് പിടിച്ചു, ഇടത് ഹീലിലേക്ക് പിടിച്ചു, വയറിനെ തള്ളി മുമ്പോട്ടേക്ക് കൊണ്ടുവന്നു. ശ്വാസം എടുത്തുകൊണ്ട് വലത് കൈ കൊണ്ടുവന്നു, ഇടത് കൈ കൊണ്ടുവന്നു, അവിടെ ഇരുന്നു. മതി. ഇനി കാൽ നീട്ടി വെക്കുക. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് വക്രാസനം. വക്ര മീൻസ് വളഞ്ഞത്. വക്രം ചെയ്യുന്നത് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഡിസ്ക്, അതുപോലെ പ്രൊലാപ്സ്, നമ്മുടെ ഡിസ്ക് തള്ളിപ്പോവുക. അതുപോലെ തന്നെ നമുക്ക് ഡയബറ്റിക്കാർക്ക് നല്ലൊരു ആസനമാണ് ഈ വക്രാസനം എന്ന് പറയുന്നത്. ഷോൾഡർ, ഫ്രോസൺ ഷോൾഡർ നല്ലതാണ് വക്രാസനം എന്ന് പറയുന്നത്. ചെയ്യുന്നത് ഇങ്ങനെയാണ്, സിമ്പിളാണ്. രണ്ട് കാൽ നീട്ടി വെച്ചു, വലത് കാല് മടക്കി വെച്ചു. ഈ വലത് കാലിൻ്റെ ഇതേ കൈ നേരെ ബാക്കിലേക്ക് വെക്കുക. എന്നിട്ട് ഇടത് കൈ ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കൈ ഉയർത്തി കാൽപാദത്തിലേക്ക്, ഹാങ്കിളിലേക്ക് പിടിച്ചു, വലത് വശത്തേക്ക് തിരിയുക. ശ്വാസം വിട്ടുകൊണ്ട് നേരെ വന്നു, വിട്ടുകൊണ്ട് തന്നെ കൈ മുകളിൽ വെച്ചു, കാൽ നേരെ നിവർത്തി വെച്ചു. ഇനി ഇടത് കാല് മടക്കി വെക്കുക. ഇടത് കൈ നേരെ ബാക്കിലേക്ക് വെച്ചു. ദീർഘമായി ശ്വാസം എടുത്ത് ഇടത് കാലിലേക്ക് പിടിക്കുക, നേട്ട വലത് വശത്തേക്ക് തിരിയുക. ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു, വിട്ടുകൊണ്ട് കൈ താഴ്ത്തി വെച്ചു. ഇതാണ് ഒരു റൗണ്ട്. ചെയ്യാം നമുക്കത്. വലത് കാല് മടക്കി വെച്ചു, വലത് കൈ നേരെ ബാക്കിലേക്ക് കുത്തി, ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കൈ പൊക്കി, ഇടത് കൈ പൊക്കി, ഇടത് കൈ കൊണ്ട് വലത് കാലിൻ്റെ വലത് വശത്തേക്ക് പിടിക്കുക, ആംഗിളിലേക്ക് പിടിക്കുക. നോട്ടം തിരിഞ്ഞ് ബാക്കിലേക്ക്, മാക്സിമം ബാക്കിലേക്ക് നോക്കുക, മാക്സിമം ബാക്കിലേക്ക് നോക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കാൽ നേരെ തല നേരെ കൊണ്ടുവന്നു, കൈ ഉയർത്തി, ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴ്ത്തി വെച്ചു. ഇനി ഇടത് കാല് മടക്കി വെച്ചു, ഇടത് കൈ നേരെ ബാക്കിലേക്ക് കുത്തി, വലത് കൈ കൊണ്ടാണ് ഇടത് കാലിനെ പിടിക്കുന്നത്. അതെ അതെ, മാക്സിമം തിരിഞ്ഞു വെക്കുക. ഇത് സെർവിക്കൽ വെർട്ടിബ്രയ്ക്ക് നല്ലതാണ്. സെർവിക്കൽ സ്പോൺലൈറ്റിസ് എന്ന അസുഖത്തെ ഇല്ലാതാക്കാൻ നല്ല മാർഗമാണ്. നല്ല മൊബിലിറ്റി കിട്ടുന്നതാണ് നമ്മുടെ എല്ലാ ഭാഗത്തേക്കും. ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക, നേരെ വെക്കുക. യെസ്, ഒന്നും കൂടി ചെയ്യാമത്. വലത് കാല് മടക്കി വെച്ചു, വലത് കൈ നേരെ പിന്നിലോട്ട് കുത്തി, ഇടത് കൈ കൊണ്ട് വലത് കാലിൻ്റെ വലത് ഭാഗത്തേക്ക് പിടിക്കുക, നേരെ ബാക്കോട്ടേക്ക് തിരിഞ്ഞു നോക്കുക. യെസ്, കാൽ നേരെ വെച്ചു, സ്ട്രെയിറ്റ് ആയിരുന്നു. ഇനി ഓപ്പോസിറ്റ് കാല്, ഇടത് കാല് മടക്കി വെച്ചു, ഇടത് കൈ നേരെ ബാക്കിലേക്ക് കുത്തി, വലത് കൈ കൊണ്ട്, യെസ് അത് തന്നെ. ഓക്കെ, മതി. കാൽ നീട്ടി വെച്ചോളൂ. നമ്മുടെ ഇരിക്കുന്ന ആസനങ്ങളും കംപ്ലീറ്റ് ആയി. ഈ നമ്മൾ ചെയ്തത് കമിഴ്ന്ന് കിടക്കുന്ന ആസനങ്ങൾ, പ്രോൺ ആസന എന്നാണ് വിളിക്കുന്നതിന്. ഈ പ്രോൺ ആസനയിൽ 3 ആസനങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ ആസനം മകരാസനം, 2 ഭുജംഗാസനം, 3 ശലഭാസനം. മകരം എന്ന വാക്കിൻ്റെ അർത്ഥം ചീങ്കണ്ണി അഥവാ മുതല എന്നാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ചീങ്കണ്ണിയോ മുതലകളോ എങ്ങനെയാണോ
കായൽ തീരത്തോ പുഴയുടെ തീരങ്ങളിലോ വിശ്രമിക്കുന്നത് അതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ആസനമാണ് മകരാസനം എന്ന് വിളിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത, ഇത് ഏറ്റവും ഒരു ബ്ലെസ്സിങ് ആണ് നടുവേദനക്കാരന്. ഇങ്ങനെ കിടക്കുക എന്ന് തന്നെ പറയുന്നത് നടുവേദനക്കൊരു നല്ലൊരു റിലീഫ് കിട്ടുന്ന ആസനമാണ്. അതുപോലെ തന്നെയാണ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ആങ്സൈറ്റി ഉള്ളവർക്ക് ഏറ്റവും നല്ല ആസനമാണ് ഈ മകരാസനം എന്ന് വിളിക്കുന്നത്. ചെയ്യുന്ന ഇങ്ങനെയാണ്. കമിഴ്ന്ന് കിടന്നു, കാലിൻ്റെ ഹീല് ഫേസ് ടു ഫേസ് ആക്കി വെക്കണം. നമ്മൾ എപ്പോഴും നമ്മുടെ കാലിൻ്റെ ഹീല് ഈ ഫേസ് ടു ഫേസ് ആക്കി വെക്കണം. ഈ കാലിൻ്റെ ഹീല് ഫേസ് ടു ഫേസ് ആക്കി വെക്കുന്നതോടുകൂടി ഇടത് കൈപ്പത്തിയുടെ മുകളിൽ വലത് കൈപ്പത്തി വെച്ച് റിലാക്സിങ് പോസ്റ്ററാണിത്. ഈ സമയം നമ്മുടെ ബോഡി മാക്സിമം ഭൂമിയിൽ പതിഞ്ഞ് കിടക്കുന്നുണ്ടാവും. ഇങ്ങനെ നിന്നുകൊണ്ട് ദീർഘമായി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ഒരു കമിഴ്ന്ന് കിടക്കുന്നതിൻ്റെ റിലാക്സിങ് പോസ്റ്ററാണിത്. ഇനി ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഒന്ന് കിടക്കാമത്, കമിഴ്ന്ന് കിടന്ന്, സർ തല ഇങ്ങോട്ട് വെക്കൂ, തല ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്യട്ടെ. കമിഴ്ന്ന് കിടന്ന് കാലിൻ്റെ ഹീല് അകത്തേക്ക് ഷോൾഡർ ലെവലിനേക്കാളും അകത്തി വെക്കുക. കാലിൻ്റെ ഹീല് ഫേസ് ടു ഫേസ്. ഇടത് കൈപ്പത്തിയുടെ മുകളിൽ വലത് കൈപ്പത്തി വെക്കുക, അതിൻ്റെ മുകളിൽ തല വെക്കുക. ദെൻ റിലാക്സ് ചെയ്യുക. ഏറ്റവും പതുക്കെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ഏറ്റവും പതുക്കെ ശ്വാസം എടുക്കുക, വിടുക ചെയ്യുക. ഏറ്റവും പതുക്കെ ശ്വാസം എടുക്കുക, വിടുക ചെയ്യുക. ഓക്കെ, രണ്ട് കാൽ ചേർത്ത് വെക്കുക. ഒന്നെണീച്ചിരിക്കുക അവിടെ. അടുത്ത് നമ്മൾ പോകുന്നത് ഭുജംഗാസനത്തിലേക്കാണ്. രണ്ട് തരം ഭുജംഗാസനമുണ്ട്. സരള ഭുജംഗാസനമുണ്ട്, ഭുജംഗാസനമുണ്ട്. ഭുജംഗം എന്ന വാക്കിൻ്റെ അർത്ഥം പാമ്പ് എന്നാണ്. അതായത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ GIT എന്ന് പറയുന്ന ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ക് എന്ന് പറയുന്ന, അതായത് സ്റ്റാർട്ട് ഫ്രം ആനസ് ടു മൗത്ത് ആണ് നമ്മുടെ ഒരു ട്രാക്കാണത്. അതിനെ ഗട്ട് എന്നുകൂടി വിളിക്കാറുണ്ട്. ഈ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ക് എന്ന് പറഞ്ഞ ഈ ട്രാക്കിനെ സ്ട്രെങ്തൻ ചെയ്യിക്കുന്ന ഒരു ആസനമാണ്. സ്പൈനൽ കോഡിനെ സ്ട്രെങ്തൻ ചെയ്യിക്കുന്ന ആസനമാണ്. ശ്വാസമുട്ടുകാർക്ക് ഏറ്റവും നല്ല ആസനമാണ്. ആസ്മയുള്ളവർക്ക് ഏറ്റവും നല്ല ആസനമാണ്. ഈ സമയത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ആസനമാണ് ഭുജംഗാസനം. നടുവേദനക്കൊരു ബ്ലെസ്സിങ് ആണ്. അതുപോലെ തന്നെ ഫ്രോസൺ ഷോൾഡർ നല്ലതാണ്, കഴുത്ത് വേദനക്ക് നല്ലതാണ്. നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അത് ആദ്യം നമ്മൾ ചെയ്യുന്നത് സരൾ ഭുജംഗാസനം, ഏറ്റവും സിമ്പിളാണത്. അത് ചെയ്യുന്ന ഇങ്ങനെയാണ്, സരളമായി ചെയ്യുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ വിളിക്കാനുള്ള കാരണം തന്നെ, കമിഴ്ന്ന് കിടന്നുകൊണ്ട് രണ്ട് കാൽ ചേർത്ത് വെക്കും. കൈകൾ നമ്മൾ ഇങ്ങനെ വെക്കും. സാധാരണ ഭുജംഗാസനം കൈ ഇവിടെയാണ് വെക്കേണ്ടത്, ഇതിങ്ങനെ വെക്കും. എന്നിട്ട് കൈയും ഈ ഭാഗം നമ്മുടെ ലോവർ ആംസ് എന്ത് ചെയ്യാം, അവിടെ വെച്ചുകൊണ്ട് തന്നെ ശ്വാസം എടുത്തുകൊണ്ട് പൊങ്ങുക. കാൽ ചേർത്ത് വെച്ച് പൊങ്ങുക. ശ്വാസം വിട്ടുകൊണ്ട് താത്തി വെക്കുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് പൊങ്ങുക. നിങ്ങൾക്ക് എത്ര നേരം നിൽക്കാൻ, ഇത് എത്രയും നിൽക്കാം നമുക്ക് വേണമെങ്കിൽ, കാരണം സപ്പോർട്ട് ചെയ്യുന്ന കയ്യിലാണ്. ശ്വാസം വിട്ട് താത്തി വെക്കാം. ഇതാണ് സരൾ ഭുജംഗാസന. ഒന്ന് ചെയ്യാം നമുക്കത്. നെറ്റിമുട്ടിച്ചു, കൈ മുമ്പോട്ടേക്ക്, കുഴപ്പമില്ല, മുമ്പോട്ട്. നെറ്റിമുട്ടിക്കുക. അതെ, ശ്വാസം എടുത്തുകൊണ്ട് പൊങ്ങുക. സരൾ ഭുജംഗാസൻ. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി വെക്കുക. ഒന്നും കൂടി ചെയ്യാം നമുക്കത്. ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി വെച്ചു. ലാസ്റ്റ് ഒന്നും കൂടി ചെയ്യാം നമുക്ക്. ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി വെച്ചു. മതി. എണീച്ചിരിക്കുക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഭുജംഗാസനമാണ്. ഇത് സ്ത്രീകൾക്ക് ഏറ്റവും നല്ലതാണ്. അമനോറിയ, ഡ്യൂറിങ് മെൻസസ് സമയത്ത് ഉണ്ടാകുന്ന പെയിനെ ഇല്ലാതാക്കുന്ന നല്ല മാർഗമാണ് ഈ സാധനം. ചെയ്യുന്ന ഇങ്ങനെയാണ്. നമ്മൾ രണ്ട് കാൽ ചേർത്ത് വെച്ച് കൈകൾ ഷോൾഡർ ലെവലിലേക്ക് വെച്ച് നെറ്റി മുട്ടിച്ച് ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് മാക്സിമം പൊങ്ങ്. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴ്ത്തി വെക്കുക. ഓർമ്മിക്കുക, നമ്മൾ നമ്മുടെ തൈസ് പൊങ്ങരുത്, ഈ പൊക്കിളിൻ്റെ ഭാഗത്തു നിന്നാണ് പൊങ്ങേണ്ടത്. അവിടുത്തെ വരെ പൊങ്ങാൻ പാടുള്ളൂ. ഒന്നും കൂടി ചെയ്യാം. നെറ്റി മുട്ടിച്ചു, കൈ ചേർത്ത് വെച്ചു. കൈയുടെ ലെവൽ ഇതാണ്, ഷോൾഡർ ലെവലാണ്. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴ്ത്തി വെച്ചു.
ചെയ്യാം നമുക്കത്. ഒന്ന് കമിഴ്ന്ന് കിടന്നു, 2 കാലുകൾ ചേർത്ത് വെച്ചു, നെറ്റി മുട്ടിച്ചു, ഷോൾഡർ ലെവലിൽ കൈവച്ചു, ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് പൊങ്ങട്ടെ, ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് പൊങ്ങട്ടെ. യെസ്. പറ്റുന്ന സീലിംഗിലേക്ക് നോക്കുക, ആകാശത്തിലേക്ക് നോക്കുക, സീലിംഗിൽ ഒരു ആകാശത്തിലേക്ക് നോക്കുക. അപ്പോൾ കണ്ണിന് കൂടി എക്സസൈസ് കിട്ടും അതിൻ്റെ. ശ്വാസം വിട്ടുകൊണ്ട് സ്ലോലി കം ഡൗൺ. കഴിയുന്നതും കാലുകൾ ചേർത്ത് വെക്കണം. ഒന്നും കൂടി ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം പൊങ്ങട്ടെ. ശ്വാസം വിട്ടുകൊണ്ട് സ്ലോലി കം ഡൗൺ. നമുക്കൊന്നും കൂടി ചെയ്യാതെ തന്നെ സ്ലോലി ഇൻഹെയിൽ, നേരെ മുകളിലേക്ക് നോക്കുക, സ്ലോലി സ്ലോലി എക്സെയിൽ, താഴെ വരിക. ഇനി ഒന്ന് എഴുന്നേറ്റിരിക്കുക. ഇതിൻ്റെ ലാസ്റ്റിലേക്ക് പോവുകയാണ്, കമിഴ്ന്ന് കിടക്കുന്ന ലാസ്റ്റ് ആസനത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ വിളിക്കുന്ന പേര് തന്നെ ശലഭാസനം എന്നാണ്. ഒരുപക്ഷെ നമുക്ക് ഇത്രത്തോളം സ്ട്രെങ്ത് കിട്ടുന്ന, നമ്മുടെ മസിലുകളെ ഇത്രത്തോളം സ്ട്രെങ്ത് ആക്കുന്ന, സ്പൈനൽ കോഡ് ഇത്രത്തോളം പവർ കൊടുക്കുന്ന ഒരു ആസനം വളരെ അപൂർവമാണ്. ഇതിനെ വിളിക്കുന്ന പേര് തന്നെ ബ്യൂട്ടി ആഡ്സ് ടു വുമൺ എന്നുകൂടിയാണ്. സ്ത്രീകൾക്ക് സൗന്ദര്യം കൊടുക്കുന്ന ആസനം എന്ന് പറയാനുള്ള കാരണം, ഈ ആസനം ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തേക്കാണ് രക്തം വരിക. അതുകൊണ്ട് തന്നെ കഴുത്തിന് നല്ലതാണ്. സ്ട്രെങ്ത് ഉള്ള, നമ്മുടെ പവർഫുള്ളായ കഴുത്ത്, നമ്മുടെ മസിൽ, സ്ട്രോങ് ആയ മസിലുകളുള്ള കഴുത്ത് കിട്ടുന്നൊരു ആസനം കൂടിയാണിത്. അതുകൊണ്ട് തന്നെയാണ് കഴുത്ത് വേനക്കും നല്ല ആസനമാണ്. ഫ്രോസൺ ഷോൾഡർ നല്ല ആസനമാണ്. ചെയ്യുന്ന ഇങ്ങനെയാണ്. കുറച്ച് വിഷമം ഉണ്ടാവും, നമുക്ക് എത്ര പറ്റും അത്ര മാത്രം പൊക്കുക. കമിഴ്ന്ന് കിടന്നു, കൈകൾ രണ്ടും, 2 കൈകളും നമ്മൾ സൈഡിലേക്ക് വെച്ചു. അതിനുശേഷം താടി കുത്തി ശ്വാസം എടുത്തുകൊണ്ട് കഴിയുന്നത് മുട്ട് വളയാതെ മാക്സിമം പൊക്കാൻ നോക്കുക 2 കാലുകളും. ഈ സമയത്ത് നമ്മുടെ രക്തം വരുന്ന മുഖത്തേക്കായിരിക്കും. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി വെക്കുക. ചെയ്യാം നമുക്കത്. കമിഴ്ന്ന് കിടന്നു, കൈ പിന്നോട്ടേക്ക് വെച്ചു, കാൽ ചേർത്ത് വെച്ചു, താടി കുത്തി, ശ്വാസം എടുത്തുകൊണ്ട് മുട്ട് വളയാതെ മാക്സിമം പൊങ്ങട്ടെ, മാക്സിമം പൊങ്ങട്ടെ, മാക്സിമം പൊങ്ങട്ടെ. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി വെക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്. ഓർമ്മിക്കുക, കൈ മലർത്തി വെക്കണം. ഈ റിസ്റ്റിനാണ് നമ്മൾ ശക്തി കൊടുക്കുന്നത്. ഒന്നും കൂടി ചെയ്യാൻ മതി തന്നെ. ശ്വാസം എടുത്തുകൊണ്ട് മാക്സിമം പൊങ്ങട്ടെ, ശ്വാസം എടുത്തുകൊണ്ട് മാക്സിമം പൊങ്ങട്ടെ. യെസ്, ശ്വാസം വിട്ട് താത്തി വെച്ചു. ഗുഡ് ഗുഡ്. അതെ. ഇനി വേണമെങ്കിൽ 2 കൈപ്പത്തിയും തുടക്കുള്ളിൽ വെച്ചോളൂ, കുറച്ചുകൂടി എളുപ്പമായിരിക്കും പൊങ്ങാൻ. 2 കൈയും കൈപ്പത്തി തുടക്കുള്ളിൽ വെക്കുക, കൈപ്പത്തി മയർത്തിയിട്ട് ഇനി പൊങ്ങാൻ നോക്കുക. യെസ് യെസ്. എത്രയോ വ്യത്യാസം വന്നു, എത്രയോ വ്യത്യാസം വന്നു. ഇനഫ്, മതി മതി. നേരത്തെ കിടന്ന പോലെ മകരാസനത്തിൽ കിടക്കുക. മകരാസനത്തിൽ കാലകത്തി വെച്ചു ഇതേപോലെ കിടക്കുക വന്നു. മകരാസനം. യെസ്, റിലാക്സിങ് പോസ്റ്ററാണത്. ഓക്കെ, എണീച്ചിരിക്കുക. നമ്മൾ ചെയ്ത ലാസ്റ്റ് ഇതിലേക്ക് പോവുകയാണ്, മയർന്ന് കിടക്കുന്ന ആസനങ്ങൾ. ഇതിൽ ആദ്യം നമ്മൾ ചെയ്ത് സേതുബന്ധാസനമാണ്. സേതുബന്ധം എന്ന വാക്കിൻ്റെ അർത്ഥം ബ്രിഡ്ജ് എന്നാണ്. ഒരു ബ്രിഡ്ജ് പോലെ നമ്മുടെ ബോഡിയെ കൊണ്ടുവരിക, ഒരു പാലത്തെ പോലെ ബോഡിയെ കൊണ്ടുവരിക. ഇത് ഏറ്റവും നല്ലത് ബാക്ക് പെയിനാണ്, ഏറ്റവും നല്ലത് ഷോൾഡറിനാണ്. അതുപോലെ തന്നെ നമുക്ക് തൈറോയിഡ് എന്ന് പറയുന്ന അസുഖത്തെ ഇല്ലാതാക്കാൻ കൂടി നല്ലൊരു മാർഗമാണ് ഇത്. ചെയ്യുന്ന ഇങ്ങനെയാണ്. 2 തരത്തിൽ ചെയ്യുന്നുണ്ട്. കൈകൾ ബാക്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാലിൻ്റെ ആംഗിൾ പിടിക്കുന്നതുമുണ്ട്. ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നത് പ്രോട്ടോകോൾ പ്രകാരമുള്ള കാലിൻ്റെ ആംഗിൾ പിടിക്കുന്നതാണ്. ചെയ്യുന്ന ഇങ്ങനെയാണ്. മയർന്ന് കിടന്നു, 2 കാലുകൾ ചേർത്ത് വെക്കുക ബട്ടക്സോട്, ആംഗിൾ പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഈ വയറിനെ മാക്സിമം മുകളിലേക്ക് ഉയർത്തുക. ഈ സമയത്ത്
നമ്മുടെ ഷോൾഡറും കഴുത്തും ഒരേ ലെവലിലാണ്. കഴുത്ത് ഒരു കാരണവശാലും ചെസ്റ്റിലോട്ട് മുട്ടിക്കരുത്. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി വെക്കുക. ഇതിലേക്ക് മുട്ടിച്ചാൽ അതിൻ്റെ പേര് കണ്ഠരാസനമായിട്ട് മാറും. അതുകൊണ്ടാണ് അവിടെ മുട്ടിക്കരുതെന്ന് പറയാനുള്ള കാരണം. ഒന്നും കൂടി ചെയ്യാം നമുക്കത്. കാല് മടക്കി വെച്ചു, ബട്ടക്സോട് ചേർത്ത് വെച്ചു. അതിനുശേഷം ഈ ആംഗിൾ പിടിച്ചുകൊണ്ട് മാക്സിമം പൊക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴ്ത്തി വെക്കുക. കാൽ നീട്ടി വെക്കുക. യെസ്, ചെയ്യാൻ നമുക്കത് ഒന്ന് ചെയ്യാമോ? അത് മലർന്ന് കിടന്ന് അങ്ങനെ തന്നെ കിടക്കുക. യെസ്, മലർന്ന് കിടന്ന് മാക്സിമം കാലിൻ്റെ ആംഗിൾ പിടിക്കുക. കാലിൻ്റെ ആംഗിളെ രണ്ട് കൈകളും കൊണ്ട് പിടിക്കുക. ബട്ടക്സ് ഉയർത്തുക. യെസ്, അത് തന്നെ. വെരി ഗുഡ്. ശ്വാസം വിട്ടുകൊണ്ട് ബട്ടക്സ് താത്തി വെക്കുക. ഒന്നും കൂടി ചെയ്യാം നമുക്കത്. മാക്സിമം ഉയർത്തുക. യെസ്, ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്താണ് ഉത്താന പാദാസന. ഉത്താനം മീൻസ് ഉയർത്തുക, പാദം മീൻസ് കാല്. സിമ്പിൾ ആസനമാണ്. രണ്ട് കാൽ ചേർത്ത് വെച്ച് രണ്ട് കാലും 45 ഡിഗ്രിയിലേക്ക് ഉയർത്തുക. 30 to 45 ഡിഗ്രിയിലേക്ക് ഉയർത്തുക. ഈ 45 ഡിഗ്രി എന്ന് പറയുന്നത് നിങ്ങൾ മലർന്ന് കിടന്നുകൊണ്ട് രണ്ട് കാലുകളും ഉയർത്തി ടിപ്പ് ഓഫ് നോസിലേക്ക് നോക്കുമ്പോൾ എപ്പോഴാണോ നിങ്ങൾ കാലുകളുടെ പെരുവിരൽ കാണുന്നത്, ദാറ്റ് ഈസ് 45 ഡിഗ്രി. അതായത് മലർന്ന് കിടന്നുകൊണ്ട് കൈകൾ കമഴ്ത്തി വെച്ച് മലർന്ന് കിടന്നുകൊണ്ട് രണ്ട് കൈകൾ ബോഡിക്ക് ചേർത്ത് വെച്ച് കാലുകൾ രണ്ടും ഉയർത്തി 45 ഡിഗ്രി എന്ന് പറയുന്നത് ടിപ്പ് ഓഫ് നോസിലേക്ക്, കണ്ണ് തുറന്ന് ടിപ്പ് ഓഫ് നോസിലേക്ക് നോക്കുക. ആ ടിപ്പ് ഓഫ് നോസിലേക്ക് നോക്കുമ്പോൾ എപ്പോഴാണോ നിങ്ങളുടെ കാലിൻ്റെ പെരുവിരൽ കാണുന്നത് അതിനെയാണ് 45 ഡിഗ്രി എന്ന് വിളിക്കുക. ഇത് ഏറ്റവും നല്ലത് അബ്ഡോമിനൽ ഏറ്റവും നല്ലതാണ്. അബ്ഡോമിനൽ മസിൽ നല്ലതാണ്. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ട്രബിളിന് നല്ലതാണ്. കഴുത്തിൻ്റെ മസിലുകളെ ശക്തി കൂട്ടുന്ന ആസനമാണ്. അതുപോലെ തന്നെ ഇൻഡേഷൻ നല്ല മാർഗ്ഗമാണിത്. ഇൻഡേഷൻ വരാതിരിക്കാൻ നല്ല മാർഗ്ഗമാണ് ഈ ആസനാസ്. ചെയിൻ ഇങ്ങനെയാണ്, സിമ്പിൾ ആസനമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കാല് പൊക്കി കളിക്കുന്ന കാണാം. അത് തന്നെയാണ് ഇതും. രണ്ട് കാൽ ചേർത്ത് വെച്ചു, കൈകൾ കമഴ്ത്തി വെച്ചു, ടിപ്പ് ഓഫ് നോസിലേക്ക് നോക്കി ദീർഘമായി ശ്വാസം എടുത്ത് ഉയർത്തുക. ഞാനിപ്പോൾ കാണുന്നുണ്ട്. അവിടെ പിടിച്ച് നിർത്തി, അവിടെ ഹോൾഡ് ചെയ്യുക. അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു 20 വരെ എണ്ണ നമുക്ക് വേണമെങ്കിൽ 1 2 3 എന്ന് പറഞ്ഞിട്ട് അവിടെ ഹോൾഡ് ചെയ്യും. ഞാൻ ശ്വാസം എപ്പോഴാണോ വീണത് വേണം തോന്നുമ്പോൾ ഒരു ഡോർ അടയുന്നത് പോലെ, ഒരു ഡോർ AC യുടെ ഡോറൊക്കെ അടയുന്ന പോലെ, AC റൂമിൽ ഡോർ അടയുന്ന പോലെ പതുക്കെ താഴ്ത്തി കൊണ്ടുവരിക. ഇങ്ങനെ ഒരു 3 4 തവണ ചെയ്യാവുന്നതാണ്. ഇത് ഓർമ്മിക്കേണ്ട വേറൊരു പ്രത്യേകത, നിങ്ങൾക്ക് നടുവേദന, സിവിയർ നടുവേദന ഉള്ളവരാണെങ്കിൽ കൂടുതൽ പിടിച്ചു വെക്കരുത്. ജസ്റ്റ് മാത്രം ഉയർത്തുക, താഴ്ത്തി വെക്കുക. ചെയ്യാം നമുക്കത്. ഒന്ന് മലർന്ന് കിടന്നു, കണ്ണ് തുറന്ന് മൂക്കിൻ്റെ ടിപ്പ് ഓഫ് നോസിലേക്ക് നോക്കുക. രണ്ട് കാൽ ചേർത്ത് വെച്ച് രണ്ട് കാലുകളും ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക. എപ്പോഴാണോ നിങ്ങൾ കാലിൻ്റെ വിരൽ കാണുന്നത് അവിടെ നിർത്തുക. ദാറ്റ് ഈസ് 45 ഡിഗ്രി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. പതുക്കെ താത്തി വെക്കുക. സ്ലോലി കം ഡൗൺ. വെരി ഗുഡ്. യെസ്, ഒന്നും കൂടി ചെയ്യാം നമുക്കത്. സെക്കൻഡ് ടൈം. കാൽ ചേർത്ത് വെച്ചു, ടിപ്പ് ഓഫ് നോസിലേക്ക് നോക്കി ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം ഉയരട്ടെ. യെസ്, മുട്ട് നിവർന്ന് നിൽക്കട്ടെ. വെരി ഗുഡ്. സ്ലോലി
പതിയെ താഴ്ത്തി വെക്കുക. ഏറ്റവും സ്ലോലി കം ഡൗൺ. വെരി സ്ലോലി, വെരി സ്ലോലി, വെരി സ്ലോലി. യെസ്. ഇതേ കാലുകൾ തന്നെ 90യിൽ കൊണ്ടുവരുന്ന ആസനമാണ്. അതിനെ വിളിക്കുന്നത് ഒരു അർദ്ധഹലാസനം എന്നാണ്. അർദ്ധ മീൻസ് ഹാഫ്, ഹല മീൻസ് കലപ്പ എന്ന അർത്ഥം. മണ്ണ് എങ്ങനെയാണ് ഉഴുതുന്നത്, ഇതേപോലെ നമ്മുടെ ബോഡി ഇന്റേണൽ ആയിട്ടുള്ള എല്ലാ ഓർഗൻസുകളെയും ഒരു തരത്തിൽ ഉഴുന്ന ഒരു ആസനമാണ് ഹലാസനം എന്ന് പറയുന്നത്. 2 കാലുകൾ ചേർത്ത് വെച്ചു, ശ്വാസം എടുത്തുകൊണ്ട് 2 കാലുകൾ 90യിൽ കൊണ്ടുവരിക. ബട്ടക്സ് പൊങ്ങരുത്, ബട്ടക്സ് അവിടെ തന്നെ നിൽക്കട്ടെ. ഒരു എൽ എന്ന മുട്ട് നിവർന്ന് നിൽക്കട്ടെ, മാക്സിമം നിവർന്ന് നിൽക്കട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്. അവിടെ നിൽക്കട്ടെ. ഇത് ഹാർട്ടിന് നല്ലൊരു ആസനം കൂടിയാണ്. നിങ്ങൾക്ക് അവിടുന്ന് എപ്പോഴാണോ ശ്വാസം പുറത്തേക്ക് വിടാൻ തോന്നുന്നത്, ശ്വാസം വിട്ടുകൊണ്ട് ഒരു ഡോർ അടയുന്നത് പോലെ വരട്ടെ. ഒരു ഡോർ അടയുന്നത് പോലെ. ഒന്നും കൂടി ചെയ്യാവുന്നതാണ്. 2 കാൽ ചേർത്ത് വെച്ചു, ബട്ടക്സ് കഴിയുന്നതും പൊങ്ങാതിരിക്കട്ടെ. മുട്ട് നിവർന്ന് നിൽക്കട്ടെ. വെരി ഗുഡ്. സ്ലോലി കം ഡൗൺ. Slowly come down. Then relax here. Then relax. ഒന്ന് കാലകത്തി വെച്ചിരിക്കുക. യെസ്, ഇനഫ്. ഒന്ന് എണിച്ചിരിക്കുക. ലാസ്റ്റ് ആണ്, കമിഴ്ന്ന് കിടക്കുന്ന ലാസ്റ്റ് ആസനമാണ് പവനമുക്താസനം. വട്ട് ഈസ് പവനം, വട്ട് ഈസ് മുക്തം? പവനം എന്ന വാക്കിന്റെ അർത്ഥം കാറ്റ് എന്നാണ്. നമ്മുടെ ബോഡിക്കകത്ത് ദശവായുക്കളുണ്ട്. ആയുർവേദം പറയുന്നു, യോഗ പറയുന്നു ദശവായുക്കൾ. അതിൽ പ്രധാനപ്പെട്ട 5 വായുണ്ട്. പഞ്ചപ്രാണൻ എന്ന് വിളിക്കുന്നതിന്. ആ പഞ്ചപ്രാണൻ എന്ന് വിളിക്കുന്നത് പ്രാണ, അപാന, ഉപാന, സമാന, ദെൻ വ്യാന. ഈ 5നും 5 ഫങ്ഷൻസ് ആണ്. അപ്പം അതിൽ ഉണ്ടാകുന്ന ഈ ഗ്യാസ്ട്രിക് ട്രബിളിനെ ഇല്ലാതാക്കുന്ന ഒരു ആസനമാണ് പവനമുക്താസന. ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നടുവേദനക്ക് ഒരു ബ്ലെസ്സിങ് ആണ്. ഷോൾഡർ പെയിൻ നല്ലതാണ്, ഇൻഡൈജഷൻ നല്ലതാണ്, ഡയബറ്റിക്കാർക്ക് നല്ലതാണത്. ചെയ്യുന്ന ഇങ്ങനെയാണ്. രണ്ട് കാൽ ചേർത്ത് വെച്ചു, ശ്വാസം എടുത്തുകൊണ്ട് 2 കാൽ നേരത്തെ ചെയ്ത പോലെ കൊണ്ടുവന്നു, അർദ്ധഹലാസന. ശ്വാസം വിട്ടുകൊണ്ട് മുട്ടുമടക്കി വെച്ചു. ഇതാണ് ഫിംഗർ ഇന്റർലോക്ക് എന്ന് പറയുക. ഫിംഗർ ഇന്റർലോക്ക്. ഈ ഫിംഗർ ഇന്റർലോക്ക് ചെയ്തുകൊണ്ട് കാലിന്റെ ഏറ്റവും അടിയിലേക്ക് വെച്ച് ഇരു തുടകളും മാക്സിമം വയറിലേക്ക് പ്രസ് ചെയ്യുക. എത്രത്തോളം പറ്റുമോ അത്രത്തോളം പ്രസ് ചെയ്യുക. അതിനുശേഷം കണ്ണടച്ചു വെച്ച് ദീർഘമായി ശ്വാസമെടുത്ത് വിട്ടുകൊണ്ട് ഇരുമുട്ടുകൾക്കിടയിലേക്കും നെറ്റിയെ കൊണ്ടുവരിക. ശ്വാസമെടുത്തു, വിട്ടുകൊണ്ട്. ശ്വാസം എടുക്കണം തോന്നുമ്പോൾ ശ്വാസം എടുത്തു, തല താഴ്ത്തി വെച്ചു, കാല് 90യിൽ കൊണ്ടുവന്നു, ശ്വാസം വിട്ടുകൊണ്ട് സ്ലോലി 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 ഡൗൺ. ഡൗൺ യുവർ ബോത്ത് ലെഗ്, ദെൻ റിലാക്സ്. വീണ്ടും ഒന്നും കൂടി ചെയ്യാം. ഇങ്ങനെ 3 or 4 നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിതൊരു 3 തവണ ചെയ്യാം, കാരണം നല്ലൊരു ആസനമാണിത്. മലർന്നു കിടന്നു, ശ്വാസം എടുത്തുകൊണ്ട് 2 കാലുകളും 90യിൽ കൊണ്ടുവരിക. അവിടുന്ന് ശ്വാസം വിട്ടുകൊണ്ട് മുട്ടുമടക്കി വെക്കുക. ഇന്റർലോക്ക് ചെയ്ത്, ഫിംഗർ ഇന്റർലോക്ക് ചെയ്ത് ശക്തമായി 2 തുടകളും വയറിലേക്ക് പ്രസ് ചെയ്യുക. കണ്ണടച്ചു വെച്ച് ദീർഘമായി ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് തല ഉയർത്തുക. അവിടെ നിൽക്കട്ടെ, അവിടെ ഹോൾഡ് ചെയ്യട്ടെ. ശ്വാസം എടുത്തുകൊണ്ട് പതിയെ തല താഴ്ത്തി വെക്കുക. റിലീസ് യുവർ ഇന്റർലോക്ക് ആൻഡ് റേസ് യുവർ ബോത്ത് ലെഗ് അപ് ടു 90 degree.
Exhale slowly down here, both leg on the floor. Then go to relaxation. നമ്മൾക്കൊന്നും കൂടി ചെയ്യാമത്. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാൽ 90 കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് മുട്ടുമടക്കി വെക്കുക. ഫിംഗർ ഇന്റർലോക്ക് ചെയ്ത് ശക്തമായി രണ്ട് തുടകളും വയറിലേക്ക് പ്രസ് ചെയ്യുക. ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് തല ഉയർത്തി മുട്ടിനിടയിലേക്ക് നെറ്റിയെ കൊണ്ടുവരിക. ഇനി നമ്മൾക്ക് ശ്വാസം എടുക്കണം തോന്നുമ്പോൾ ശ്വാസം എടുത്ത് തല താഴ്ത്തി വെച്ച് ഇന്റർലോക്ക് റിലീസ് ചെയ്ത് കാല് 90 കൊണ്ടുവന്ന് അവിടെ നിന്നൊരു ഡോർ അടയുന്നത് പോലെ കാലുകളെ താഴ്ത്തി വെക്കുക. നമ്മുടെ ലങ്സിന് നല്ലതാണ്, നമ്മുടെ ലിവറിന് നല്ലതാണ്. ലാസ്റ്റ് വൺ ഒന്നും കൂടി ചെയ്യാമത്. ശ്വാസം എടുത്ത് രണ്ട് കാൽ 90 കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് മുട്ടുമടക്കി വെച്ചു. ഫിംഗർ ഇന്റർലോക്ക് ചെയ്ത് മാക്സിമം വയറിലേക്ക് പ്രസ് ചെയ്യുക തുടകളെ. ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് തല ഉയർത്തുക. കണ്ണടച്ചു വെച്ചുകൊണ്ട് ഇരുമുട്ടിനിടയിലേക്കും കൊണ്ടുവരിക നെറ്റിയെ. ശ്വാസം എടുത്തുകൊണ്ട് തല താഴ്ത്തി വെച്ചു. കാൽ 90 കൊണ്ടുവന്നു. ശ്വാസം വിട്ടുകൊണ്ട് സ്ലോലി ഡൗൺ യുവർ ലെഗ്. then relax. നമ്മൾ ശവാസത്തിലേക്കാണ് പോകുന്നത്. രണ്ട് കാലുകൾ അകത്തി വെക്കുക. ഒരു 1.5 അടിയെങ്കിലും അകത്തി വെക്കുക. 1.5 feet. കൈകൾ തമ്മിൽ ബോഡിയിൽ നിന്ന് 1/2 അടി അകലത്തിൽ വെക്കുക. കൈപ്പത്തി മലർത്തി വെക്കുക. slowly inhale and slowly exhale. slowly inhale and very slowly exhale. ദീർഘമായ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഡിവൈൻ ഗോൾഡൻ എനർജി ഉള്ളിലേക്ക് വരുന്നതായും ഓരോ പ്രാവശ്യം ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും നമ്മൾ കൂടുതൽ വിശ്രമാവസ്ഥയിലേക്ക് പോകുന്നതായും മനസ്സിൽ കാണുക. slowly inhale and very slowly exhale. slowly inhale, very slowly exhale. ശരീരത്തിന്റെ ഓരോ ഭാഗത്തെയും നമ്മൾ റിലാക്സ് ചെയ്യുകയാണ്. both feet are relaxing beautifully. റിലാക്സ്. രണ്ട് കാലുകളും റിലാക്സ് ആവുകയാണ്. slowly inhale and slowly exhale. കാൽമുട്ടുകൾ റിലാക്സ് ബ്യൂട്ടിഫുള്ളി. slowly inhale and slowly exhale. Observe the music. Relax your whole body. Concentrate only on your breath.
You are relaxing, you are getting more and more relaxation while you exhale. രണ്ട് കാലുകൾ ചേർത്ത് വെക്കുക, കൈകൾ തലക്ക് മുകളിൽ സ്ട്രെച്ച് ചെയ്യട്ടെ. ടേൺ ടു റൈറ്റ് സൈഡ്. എണിച്ചിരിക്കുക, എണിച്ചിരിക്കുക. റൈറ്റ്. ഇനി നമ്മൾ ചെയ്യുന്നത് കപാല, ഇനി പ്രാണായാമയിലേക്ക് പോവുകയാണ്, കപാലഭാതിയിലേക്ക് പോവുകയാണ്. നമ്മുടെ പ്രാണായാമ നമ്മൾ ഫൈനലിലോട്ട് പോവുകയാണ്. അതിനു മുമ്പേ ഒരു കപാലഭാതിയുണ്ട്. കപാലഭാതി എന്ന് ഇത് ഒരേ സമയത്ത് പ്രാണായാമയാണ്, ഒരേ സമയത്ത് ക്രിയ കൂടിയാണ്. നമ്മുടെ ബോഡിക്കകത്തുള്ള എല്ലാ ഇമ്മ്യൂണിറ്റീസിനെയും പുറത്തേക്ക് കളയാനുള്ള മാർഗ്ഗമാണ് കപാലഭാതി പ്രാണായാമ. കപാലം എന്ന വാക്കിൻ്റെ അർത്ഥം സ്കള്ള് എന്നാണ്. ഭാതി എന്ന വാക്കിൻ്റെ അർത്ഥം ക്ലെൻസിങ് എന്നാണ്, വൃത്തിയാക്കുക, ശുദ്ധീകരിക്കുക എന്നാണ്. നമ്മുടെ ഈ ഭാഗത്തേക്ക് ക്ലെൻസ് ചെയ്യുന്നൊരു പ്രാണായാമയാണ് കപാലഭാതി പ്രാണായാമ. ഈ കപാലഭാതിയുടെ പ്രത്യേകത ഒരിക്കൽ ശ്വാസം എടുക്കുകയും പലതവണ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുകയാണ്. ശ്വാസം പുറത്തേക്ക് വിടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മുടെ രണ്ട് മൂക്കിലും രണ്ട് പ്രാണി കയറിയാൽ നമ്മൾ എങ്ങനെയാണോ ഈ പ്രാണിയെ ചീറ്റി പുറത്തേക്ക് കളയുന്നത്, അതിനെപ്പോലെ അതിനോട് സാമ്യമുള്ള ഒരു പ്രാണായാമയാണ് കപാലഭാതി പ്രാണായാമ. പ്രാണായാമ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഫോർ ഡയബറ്റിക് പേഷ്യൻ്റ് നല്ലതാണിത്. ഇൻഡൈജഷൻ നല്ലതാണിത്. സ്ട്രെസ് ഉള്ളവർക്ക് നല്ലതാണ്. ആങ്സൈറ്റി ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു പ്രാണായാമയാണ്. അതേപോലെ ഡിപ്രഷൻ ഉള്ളവർക്കും നല്ലതാണ് ഈ കപാലഭാതി പ്രാണായാമ. കാരണം നമുക്കറിയാം, നമ്മുടെ ബ്രീത്തും നമ്മുടെ തോട്ടുമായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആണ്. ചിന്തകളും നമ്മുടെ ബ്രീത്തുമായിട്ട് ഇൻ്റർ കണക്റ്റഡ്. ഇത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞ ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭഗവത്ഗീത. അതിൽ പറയുന്നുണ്ട്, മനസ്പന്ദനം പ്രാണഹ പ്രാണസ്പന്ദനം മനഃ ഏതൊരു വിഹാരം നിത്യോ മനോന്യം രഥസാരഥി. ഹേ അർജുന, നിന്റെ ശ്വാസം എങ്ങനെ പോകുന്നുവോ നിന്റെ മനസ്സും അങ്ങനെ പോകുന്നു. നിന്റെ മനസ്സ് എങ്ങനെ പോകുന്നു, ശ്വാസവും അങ്ങനെ പോകുന്നു. ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് സ്ട്രെസ്സിനെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് ബ്രീത്തിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ സ്ട്രെസ് മാനേജ്മെൻറ്റ് ക്ലാസ്സുകളിലും നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് പഠിപ്പിക്കണമെന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ്. ഏറ്റവും ബ്രീത്ത് കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ സ്ട്രെസ്സിനെ മാക്സിമം കുറയ്ക്കാൻ സാധിക്കും. അതിൽ ഒന്നാണ് നമ്മൾ ചെയ്യുന്ന കപാലഭാതി പ്രാണായാമ. ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ സ്ട്രെയിറ്റായിരിക്കും. അതൊന്ന് കാണിച്ചു തരാം. സ്ട്രെയിറ്റായിരുന്ന് ഇങ്ങനെ കൈ സ്ട്രെയിറ്റായിരുന്ന് കൈ ചിന്മുദ്രയിൽ വെച്ചുകൊണ്ട് ഏറ്റവും പതുക്കെ ശ്വാസം എടുക്കുക. സ്ലോലി ഇൻഹേൽ, സ്ലോലി എക്സെയിൽ, സ്ലോലി ഇൻഹേൽ, സ്ലോലി എക്സെയിൽ. തേർഡ് ടൈമിൽ ഞാൻ പറയും സ്ലോലി ഇൻഹേൽ എന്ന് പറയും. അപ്പോൾ ശ്വാസം വിടുമ്പോൾ ഒരിക്കൽ നമ്മുടെ ഈ ഷോൾഡർ ഇങ്ങനെ ഉയർന്ന് താഴരുത്. ഷോൾഡർ ഇങ്ങനെ ഉയർന്ന് താഴരുത്. മുഖത്ത് വേറെ ഭാവം ഉണ്ടാവരുത്. ഏറ്റവും സിമ്പിളായിട്ട്. അപ്പോൾ നമ്മുടെ വയറിൻ്റെ പ്രത്യേകത, ഈ വയറാണ് ഈ ഡയഫ്രം. ഇവിടെ ഡയഫ്രം ഉണ്ട് നമുക്ക്. ഈ വയർ എന്താവണം, ഇങ്ങനെ അടിക്കണം. ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. ചെയ്യാം നമുക്കത്. സ്ട്രെയിറ്റ് ആയിരിക്കുക. കൈ അഡോപ്റ്റ് ചിന്മുദ്ര. സ്ലോലി ഇത് നമുക്ക് ഇന്ന് മാസ്ക് മാറ്റി വെച്ചോ. മാസ്ക് താത്തി വെച്ചോ. ഇതിന് മാത്രം, പ്രാണായാമത്തിന് മാത്രം മാസ്ക് താത്തി വെച്ചോളൂ. ഇനി സ്ലോലി ഇൻഹെയിൽ, സ്ലോലി inhale, slowly exhale, slowly exhale. Again, slowly inhale, slowly exhale. ചെയ്യാൻ പോവാണേ. സ്ലോലി ഇൻഹേൽ. ഞാൻ 1 പറയുമ്പോൾ നിങ്ങൾ ശക്തമായിട്ട് ഇങ്ങനെ ചെയ്യണം. 2 പറയുമ്പോൾ ശ്വാസം എടുക്കരുത്, വിടൽ മാത്രം. സ്ലോലി ഇൻഹേൽ. സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40. Yes, enough. ഇനി നമുക്ക് ഒന്നും ചെയ്യാമത്. ഇതിൽ 40 റൗണ്ടാണ്. 120 ആണ് മിനിമം. 120. തീർച്ചയായിട്ടും പറയുന്നു, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ നല്ലൊരു മാർഗമാണ്. ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ,
സ്ഥിരമായി ചെയ്യുന്നവർ കോൾഡ് പിടിച്ചാൽ തന്നെ മൂക്കടക്കത്തില്ല ഒരിക്കലും. നമുക്ക് മൂക്കടക്കത്തുമില്ല, അതിൻ്റെ പ്രത്യേകതയാണത്. സൈനസൈറ്റിസ് എന്ന അസുഖത്തിന് നല്ല മാർഗമാണ് ഇത് ചെയ്യുന്നത്. ഒന്നും കൂടി ചെയ്യാം നമുക്കത്. സ്ലോലി ഇൻഹെയിൽ, ദെൻ സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40. സ്റ്റോപ്പ് ചെയ്യാം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിനെ വിളിക്കുന്നത്. അപ്പം നമുക്കൊരു സംശയം ഉണ്ടാവും. നമ്മൾ ഒരിക്കൽ മാത്രം ശ്വാസം എടുത്തു 40 തവണ പുറത്തേക്ക് വിട്ടു. ഇപ്പം നമ്മൾ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ അറിയാതെ ഇൻ ബിറ്റ്വീൻ 2 എക്സൈലിൽ നമ്മൾ അറിയാതെ ശ്വാസം ഉള്ളിൽ കയറുന്നുണ്ട്. ഏതുപോലെയെന്ന് വെച്ചാൽ നമ്മൾ സൈക്കിളിൻ്റെ പമ്പ് ആ ലിവർ മുകളിലേക്ക് ഉയർത്തുമ്പോൾ അറിയാതെ വായു ഉള്ളിൽ കയറി ആ വായുവാണ് പുറത്തേക്ക് കളയുന്നത്. അതുപോലെ തന്നെ നമ്മൾ 2 എക്സൈൽ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്ത പ്രാണായാമയാണ് നാഡീശുദ്ധി പ്രാണായാമ. ഇത് പേര് തന്നെ അങ്ങനെയാണ്. 72,000 നാഡികൾ നമ്മുടെ ബോഡിക്കകത്തുണ്ട്. ഈ നാഡികളെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രാണായാമയാണ് നാഡീശുദ്ധി പ്രാണായാമ. ചെയ്യുന്നത് ഇങ്ങനെയാണ്. ചിന്മുദ്രയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചിന്മുദ്രയിൽ ഇരുന്നു കൊണ്ട് വലത് കൈയുടെ 1 2 3 4 5 അതിൽ ചൂണ്ടുവിരലും നടുവിരലും, അതായത് ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും മടക്കി റൂട്ട് ഓഫ് തമ്പിലേക്ക് വെക്കുക. അതിനുശേഷം ചെറുവിരലും മോതിരവിരലും ചേർത്ത് വെക്കുക. ഒരു യു ഷേപ്പ് ഉണ്ടാക്കുക. ഇതിനെ വിളിക്കുന്ന പേര് വിഷ്ണുമുദ്ര എന്നാണ്. വലത് കൈയുടെ ഇതേപോലെ കൈവച്ചതിന് ശേഷം വലത് മൂക്ക് പ്രസ് ചെയ്യുക തമ്പ് കൊണ്ട്. വലത് മൂക്ക് വലത് തമ്പ് കൊണ്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇടത് കൈ കൊണ്ട് ഇടത് മൂക്കിലൂടെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഈ 2 വിരൽ കൊണ്ട് ഇടത് മൂക്ക് അടച്ചു വെക്കുക. പതിയെ വലതിലേക്ക് വിടുക. വലതിലേക്ക് പതുക്കെ ശ്വാസം എടുക്കുക, അടച്ചു വെക്കുക, ഇടതിലേക്ക് വിടുക. ദാറ്റ് ഈസ് 1 റൗണ്ട്. അങ്ങനെ ഒരു 3 റൗണ്ട് നമുക്ക് ഇപ്പോൾ തൽക്കാലം ചെയ്യാം. കൈ ഇങ്ങനെ മൂക്ക് അടച്ചു വെച്ചു. പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് ഇടത് മൂക്കിലേക്ക് ശ്വാസം എടുക്കുക. സ്ലോലി 2 മൂക്ക് അടച്ചു വെച്ചു. വലതിലേക്ക് പുറത്തേക്ക് വിടുക. കണ്ണടച്ചു വെക്കുക കഴിയുന്നതും. ഇനി വലതിലേക്ക് ശ്വാസം എടുക്കുക. ഇടതിലേക്ക് പുറത്തേക്ക് വിടുക. ഏതിലേക്ക് വിട്ടോ അതിലേക്ക് ശ്വാസം എടുക്കുക. ഏതിലേക്ക് വിട്ടോ അതിലേക്ക് ശ്വാസം എടുക്കുക. എടുത്തതിൻ്റെ ഓപ്പോസിറ്റ് ശ്വാസം പുറത്തേക്ക് വിടുക. അതേപോലെ പതിയെ ശ്വാസം ഇടതിലൂടെ പുറത്തേക്ക് വിട്ട് കണ്ണ് തുറക്കുക. കൈ റിലീസ് ചെയ്യുക. ഇടതിലേക്ക് ശ്വാസം പുറത്തേക്ക് വിട്ട് കണ്ണ് തുറന്ന് കൈ റിലീസ് ചെയ്യുക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ശീതളി പ്രാണായാമ. ശീതളി പ്രാണായാമ എന്ന് പറയുന്നത് ശീതളം നമുക്കറിയാം തണുപ്പുണ്ടാക്കുന്ന ആസനം തന്നെയാണത്. നമ്മുടെ നാവ് പുറത്തേക്ക് ഇട്ടുകൊണ്ട് നാവിൻ്റെ 2 സൈഡും ബെൻഡ് ചെയ്ത് ഒരു ദ്വാരത്തിലൂടെ ഈ ശ്വാസത്തെ വലിച്ചു കുടിക്കുന്നൊരു പ്രാണായാമയാണിത്. ഇത് ഏറ്റവും നല്ലത് നമുക്ക് സ്കിൻ ഡിസീസ് ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ്. വരാതിരിക്കുന്ന നല്ല മാർഗ്ഗമാണ് ഈ സാധനം. 2 സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ കുറക്കുന്ന പ്രാണായാമയാണിത്. മൂന്നാമതായിട്ട് മൈൻഡ് എപ്പോഴും കാം ആയിരിക്കും. കാം ആൻഡ് സ്റ്റില്ലായിരിക്കും നമ്മുടെ പ്രത്യേകത. അത് നമുക്ക് ഫീൽ ചെയ്യും. നമുക്കത് ചെയ്യുന്ന ഇങ്ങനെയാണ്. സ്ട്രെയിറ്റായി ഇരുന്നു കൊണ്ട് നമ്മുടെ നാവിനെ പുറത്തേക്ക് ഇടുക. എന്നിട്ട് അതിൻ്റെ 2 സൈഡും മടക്കി വെച്ചുകൊണ്ട് ശ്വാസം ആ ദ്വാരത്തിലൂടെ വലിച്ചു കുടിക്കുക. മാക്സിമം എടുത്ത് ശ്വാസം ഉള്ളിലേക്കിട്ട് മൂക്ക് വഴി പതിയെ പുറത്തേക്ക് വിടുക. നമുക്ക് മനസ്സിലാകും നമ്മുടെ നാവിന് തണുപ്പ് അനുഭവപ്പെടും. നമ്മുടെ ഒരു കാലത്ത് നാവുകളും നഖവും നോക്കിക്കൊണ്ട് മാത്രം രോഗം നിർണയിച്ചിരുന്ന വൈദ്യന്മാർ നമുക്കുണ്ടായിരുന്നു. എല്ലാ അസുഖത്തിൻ്റെയും ഒന്ന് നാവിൽ കാണുമെന്നാണ് പറയുക. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും നല്ലത് സ്ട്രെയിറ്റായിരുന്നു കൊണ്ട് മാക്സിമം ഉള്ളിലേക്ക് എടുക്കുക. വായ അടച്ചു വെച്ചു. പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക മൂക്ക് വഴി. ശ്വാസം എടുക്കുന്നത് വായ വഴിയാണ്.
ശ്വാസം വിടുന്നത് മൂക്ക് വഴിയാണ്. നാവുള്ളിലേക്കിട്ട് മൂക്ക് വഴി പതിയെ പുറത്തേക്ക് വിടുക. ഓക്കെ, മതി മതി. അടുത്തതാണ് ഭ്രമരി. ഭ്രമരം എന്ന വാക്കിൻ്റെ അർത്ഥം വണ്ട് എന്നാണ്. ഭ്രമരി എന്ന വാക്കിൻ്റെ അർത്ഥം പെൺവണ്ട് എന്നാണ്. ഭ്രമരത്തെ പോലെ വണ്ടിനെ പോലെ മൂളിക്കൊണ്ടേയിരിക്കുക. ഇതും നമ്മുടെ ഈ ഫ്രണ്ടൽ ലോബ്സ് ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞു. ഈ ഭാഗത്തേക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയും സ്ട്രെയിനെയും കുറയ്ക്കാനുള്ള എല്ലാ പ്രാണായാമത്തിൻ്റെയും പ്രത്യേകത സ്ട്രെസ് ആൻഡ് സ്ട്രെയിനെ കുറയ്ക്കലാണ്. നിങ്ങളൊരു 15 മിനിറ്റ് പ്രാണായാമം ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും ഐ അഷ്വർ യു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആ മെൻ്റൽ ആ സ്റ്റാറ്റസ് തന്നെ മാറിപ്പോകും. നമുക്ക് ആ ടെൻഷൻ അടിച്ച് വരുന്ന നമ്മൾ ഒരു 15 മിനിറ്റ് നമ്മൾ പ്രാണായാമം ചെയ്ത് നോക്കും. ഇത്തരത്തിലുള്ള ശീതളി, ശീത്കാരി, ഭ്രമരി, കപാലഭാതി, ഭസ്ത്രിക, ഈ പ്രാണായാമം ഒരു 15 മിനിറ്റ് സ്പെൻഡ് ചെയ്യും. ഓൺലി പ്രാണായാമക്ക് വേണ്ടിയിട്ട്. നമ്മുടെ തോട്ട്സ് പോലും മാറിപ്പോകും. നമ്മുടെ ടെൻഷൻ പോലും മാറിപ്പോകും. നമ്മൾ ഈ പ്രാണായാമം ചെയ്തതിന് ശേഷം നമ്മുടെ മെൻ്റൽ സ്റ്റാറ്റസ് എടുത്ത് നോക്കുക, നമുക്ക് മനസ്സിലാകും നമ്മൾ കാം ഡൗൺ ആയിട്ടുണ്ടാവും. നന്നായിട്ട് നമ്മുടെ ടെൻഷൻ സ്ട്രെസ്സും കുറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് പ്രാണായാമത്തിൽ എത്രയും പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം യോഗയിൽ. ഈ ചെയ്യുന്ന അടുത്താണ് ഭ്രമരി. ഞാൻ കാണിച്ചു തരാമെങ്കിൽ 2 തരം ഭ്രമരി ചെയ്യുന്നുണ്ട്. ഒന്ന് ഷൺമുഖി മുദ്ര വെച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്, സാധാരണ ചെയ്യുന്നുണ്ട്. സാധാരണ ചെയ്യുന്നത് ഈ ഇൻഡെക്സ് ഫിംഗർ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ചെവിയിലേക്ക് തിരിച്ചു കെട്ടിയിട്ട് ദീർഘമായി ശ്വാസം എടുക്കും. വിടുമ്പോൾ ഇങ്ങനെ മൂളിക്കൊണ്ടേയിരിക്കാം. നമ്മുടെ ലങ്സ് കപ്പാസിറ്റി എത്രത്തോളം കൂടുന്നു അത്രത്തോളം ഇതിന്റെ നീളം കൂടി വരും. അതുകൊണ്ട് തന്നെയാണ് എല്ലാ യോഗയും ലങ്സ് കപ്പാസിറ്റി കൂട്ടുന്നതാണ്. ലോകത്ത് 5000-ഓളം തെറാപ്പി ഉണ്ട്. അതിലൊന്നാണ് ആയുർവേദ, ഒന്നാണ് അക്യുപഞ്ചർ, ഒന്നാണ് മർമ്മ, ഒന്നാണ് നമ്മുടെ അലോപ്പതി, ഒന്നാണ് ഹോമിയോപ്പതി. ഈ എല്ലാ 5000-ഓളം തെറാപ്പീസിലും എല്ലാ തെറാപ്പീസും റെക്കമെൻഡ് ചെയ്തത് ബ്രീത്തിങ് എക്സസൈസ് ആണ്. ഈ സമയത്ത് എല്ലാ തെറാപ്പീസും പറഞ്ഞത് ആയുർവേദ ആയിക്കോട്ടെ, അലോപ്പതി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എല്ലാ തെറാപ്പിയും പറഞ്ഞത് ബ്രീത്തിങ് എക്സസൈസ് ആണ്. ഇത് മുന്നേ കണ്ടവരാണ്, മുൻപേ നടന്നവരാണ് നമ്മുടെ ഋഷിവര്യന്മാർ. അതുകൊണ്ട് തന്നെയാണ് അവർ പ്രാണായാമയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം. അത് യോഗ പറയുന്നു, ചലേവാദം ചലേ ചിത്തം നിശ്ചലേ നിശ്ചിത്തം എന്ന് പറയാം. നിങ്ങളുടെ ശ്വാസം എങ്ങനെ പോകുന്നു നിങ്ങളുടെ മനസ്സും അങ്ങനെ പോകുന്ന പറയാം. അതുകൊണ്ടാണ് ഏറ്റവും പതുക്കെ ശ്വാസം എടുക്കുകയും ഏറ്റവും പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുകയും. നമ്മൾ ആദ്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് ബ്രീത്തിങ് എക്സസൈസ് ആണ്. നമുക്കറിയാത്ത അത് തന്നെയാണ്. ശ്വാസത്തിൻ്റെ പ്രത്യേകത വില അറിഞ്ഞവർ ഈ കോവിഡ് രോഗികളായിരിക്കും. കോവിഡ് വന്നവർക്ക് അതിൻ്റെ വില മനസ്സിലായിട്ടുണ്ടാവും. എത്രത്തോളം ബ്രീത്തിങ്ങിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് അണ്ണൻ സാറിന് മനസ്സിലായിട്ടുണ്ടാവില്ലേ? എത്രത്തോളം അതിന് പവർ ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ശക്തിയുണ്ട് നമ്മുടെ ബ്രീത്തിനെന്ന്. നമുക്കിത് വെറുതെ കിട്ടുന്നതാണ് നമുക്ക് അതിൻ്റെ അറിയാത്തത്. അതുകൊണ്ട് തന്നെയാണ് യോഗയും ആർക്കും വിലയില്ല. അത് വെറുതെ കിട്ടുന്നതുകൊണ്ടാണ്. വലിയ പൈസ കൊടുത്ത് പഠിക്കും നമുക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. 5,000, 10,000, 50,000 റുപ്പീസ് ബോംബെയിൽ ചാർജ് ചെയ്യുന്നുണ്ട് ഒരു മാസത്തിൽ. യോഗ ഇന്ത്യയിലെ ഫേമസ് ആയ ഒരു നടിയാണ് അത് ചെയ്യുന്നത്. അവരാണ് അതിൻ്റെ ഡെമോൺസ്ട്രേറ്റർ. ഓക്കെ, 50,000 രൂപ ഇതന്നെ അവരും പഠിപ്പിക്കുന്നുള്ളൂ, വേറെ എക്സ്ട്രാ പഠിപ്പിക്കുന്നത് 50,000 രൂപ കൊടുക്കുന്നവർ. റൈറ്റ്. അപ്പോൾ നോക്ക്, നമ്മൾ ഓർമ്മിക്കേണ്ട വൃത്തി എന്ന് പറയുന്നത് ഇത്ര മാത്രമാണത്. നമുക്കൊന്ന് ഭ്രമരി ചെയ്യാം. നമുക്കത് സ്ട്രെയിറ്റ് ആയിരുന്നു കൊണ്ട് ഈ ചെവിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് തിരിച്ചു കയറ്റുക, എന്നിട്ട് ദീർഘമായി ശ്വാസം എടുക്കുക, വിടുമ്പോൾ മൂളിക്കൊണ്ടേയിരിക്കുക. Take deep breath. Yes. അതെ. ഒന്നും കൂടി കൊടുക്കാം. ഓക്കെ, മതി. ഇനി അടുത്താണ് ഷൺമുഖി. ലാസ്റ്റിലേക്ക് പോവാണ്. ഷൺമുഖി ചെയ്തുകൊണ്ട്, ഷൺമുഖി എന്ന് പറയുമ്പോൾ നമുക്ക് നവദ്വാരങ്ങൾ ബോഡിയിലുണ്ട്. നവദ്വാരങ്ങൾ. ഈ നവദ്വാരങ്ങൾ എന്ന് പറയുന്നത് 2 കണ്ണ്, 2 ചെവി, 2 മൂക്ക്, 6ആയി. 1 വായ, 7ആയി. 1 രക്തം, മലദ്വാരം, ജനനേന്ദ്രിയം. ഇപ്പോൾ 9 ദ്വാരങ്ങളുണ്ട്.
ആ 9 ദ്വാരങ്ങളും നമ്മുടെ മുഖത്തുള്ള ഈ നവദ്വാരങ്ങളിൽ 7 ദ്വാരങ്ങളെയും അടക്കുന്ന ഒരു സിസ്റ്റമാണ് ഷൺമുഖി എന്ന് പറയുന്നത്. ചെയ്യുന്നത് 2 ചെവി ഈ ചുണ്ട് തമ്പ് വെച്ചുകൊണ്ട് 2 ചെവിയിൽ കയറ്റുക, കണ്ണിന് മുകളിലേക്ക് ഈ ചൂണ്ടുവിരൽ വെക്കുക, മൂക്കിന് മുകളിലേക്ക് നടുവിരൽ വെക്കുക, മേൽചുണ്ടിലേക്ക് ഈ റിംഗ് ഫിംഗർ വെക്കുക, കീഴ്ചുണ്ടിലേക്ക് നമ്മുടെ ചെറുവിരൽ വെക്കുക. എന്നിട്ട് ശ്വാസം പതുക്കെ എടുക്കുക. എടുക്കുമ്പോഴും വിടുമ്പോഴും ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. അതായത് 2 ചെവി, കണ്ണ്, മൂക്കിൻ്റെ മുകളിൽ ജസ്റ്റ് ടച്ച് ചെയ്താൽ മാത്രം മതി. വായേൻ്റെ മുകളിൽ മേൽചുണ്ടിൻ്റെ മുകളിൽ റിംഗ് ഫിംഗർ, സ്മോൾ ഫിംഗർ. പതുക്കെ ശ്വാസം എടുത്ത് വിടുക. ഏറ്റവും പതുക്കെ മൂളിക്കൊണ്ടേ വിടുക. ഓക്കെ കണ്ണുറക്കും. നമ്മുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അതിൽ നമ്മൾ 2 മിനിറ്റ് ധ്യാനം ചെയ്യും, ഒന്ന് റിലാക്സ് ചെയ്യും, എന്നിട്ട് പോകും. നമ്മുടെ ഓപ്പണിംഗ് തന്നെ ഷൗക്കത്ത് അലി സാർ, നമ്മുടെ SP അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഭാരതം കൊടുത്തൊരു ഗിഫ്റ്റാണ് യോഗ എന്ന് വിളിക്കുന്നത്. ഭാരതം എന്ന വാക്കിന് അർത്ഥമുണ്ട്. ഭാരതം എന്ന വാക്കിൻ്റെ അർത്ഥം ഭാരതൻ്റെ നാട് എന്ന് മാത്രമല്ല. ഭാരതം എന്ന വാക്കിൻ്റെ അർത്ഥം ബാസിൽ രതിക്കുന്നവൻ എന്ന അർത്ഥം. ബാസ് എന്ന വാക്കിൻ്റെ അർത്ഥം ജ്ഞാനമാണ്. പക്കാ ജ്ഞാനമാണ് യോഗ എന്ന് വിളിക്കുന്നത്. രമിക്കുക എന്ന വാക്യർത്ഥം സന്തോഷം കണ്ടെത്തുക എന്നാണ്. വിജ്ഞാനത്തിൽ സന്തോഷം കണ്ടെത്തുന്നവനാണ് ഭാരതീയൻ. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും നല്ലൊരു വെസ്റ്റിന് ഈസ്റ്റ് കൊടുത്തൊരു ഗിഫ്റ്റാണ് യോഗ എന്ന് വിളിക്കുന്നത്. അത് നമ്മളാണ് അതിനെ നട്ടു വളർത്തേണ്ടത്, നമ്മളാണ് അതിനെ പരിപോഷിപ്പിക്കേണ്ടത്. അതിൻ്റെ തുടക്കമായിരിക്കട്ടെ ഈ ജൂൺ 21 എന്ന് പറയുന്ന ഈ ദിവസം. നമുക്കിനി ഒരു 2 മിനിറ്റ് ധ്യാനത്തിലേക്ക് പോകാം. നമുക്ക് കണ്ണടച്ച് വെച്ച് ചിന്മുദ്രയിൽ ഇതാണ് ചിന്മുദ്ര എന്ന് പറയുക. കൈ മലർത്തി വെക്കുക. ചിന്മുദ്രയിൽ ക്ലോസ് യുവർ ഐസ്. ഏറ്റവും പതുക്കെ ശ്വാസം എടുക്കുക. ശ്വാസം പതുക്കെ ദീർഘമായി ശ്വാസം എടുക്കുക. അതിലേറെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. സ്ലോലി ഇൻഹെയിൽ, സ്ലോലി എക്സെയിൽ. കോൺസെൻട്രേറ്റ് ഓൺലി ഓൺ യുവർ ബ്രീത്ത്. ഓരോ പ്രാവശ്യം ശ്വാസം എടുക്കുമ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് ഒരു വെളിച്ചം ഉള്ളിലേക്ക് വരുന്നതായും, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ എല്ലാ വിഷമങ്ങളും, എല്ലാ സ്ട്രെയിനും, എല്ലാ സ്ട്രെസ്സും പുറത്തേക്ക് പോകുന്നതായി മനസ്സിൽ കൊണ്ടുവരിക. ഓരോ പ്രാവശ്യം ശ്വാസം എടുക്കുമ്പോഴും നമ്മളെ രോഗങ്ങളും രോഗകാരണങ്ങളും പുറത്തേക്ക് പോകുന്നതായി മനസ്സിൽ കാണുക. നമ്മുടെ എല്ലാ സങ്കടങ്ങളും ബാഷ്പീകരിച്ചു പോകുന്നതായി മനസ്സിൽ കാണുക. കോൺസെൻട്രേറ്റ് ഓൺ യുവർ ഹെഡ്. തലയിലോട്ട് കൊണ്ടുവരിക. മൂർധാവിലുള്ള എല്ലാ വിഷമങ്ങളും, എല്ലാ സ്ട്രെസ് ആൻഡ് സ്ട്രെയിനും അവിടെ നിന്നുകൊണ്ട് തന്നെ ബാഷ്പീകരിച്ചു പോകുന്നതായി മനസ്സിൽ കാണുക. ശ്രദ്ധയെ സാവധാനം നെറ്റിയിലോട്ട് കൊണ്ടുവരിക. എല്ലാ ചിന്തകളും, അനാവശ്യമായ എല്ലാ ചിന്തകളും പുറത്തേക്ക് പോകുന്നതായി മനസ്സിൽ കാണുക. ബോഡി മുഴുവനായും ഒരു ഗോൾഡൻ യെല്ലോ കളർ കൊണ്ട് പൊതിഞ്ഞു വരുന്നതായി മനസ്സിൽ കാണുക. സ്ലോലി ഇൻഹെയിൽ ആൻഡ് സ്ലോലി എക്സെയിൽ. എല്ലാ ശബ്ദവും
നമ്മൾക്ക് സന്തോഷം തരുന്നതായി മനസ്സിൽ കാണുക. പ്രകൃതിയുടെ ഓരോ ശബ്ദത്തെയും മനസ്സിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കണ്ണ് തുറക്കാം. ക്ലോസിംഗ് പ്രയറിലേക്ക് പോകാം. നമുക്ക് ക്ലോസിംഗ് പ്രയർ ഇതാണ്: സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ലോകത്തിലെ എല്ലാ ജീവികൾക്കും സന്തോഷം ഉണ്ടാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ, പരസ്പരം അവർ കലഹിക്കാതിരിക്കട്ടെ, ഒരു തരത്തിലുള്ള വിദ്വേഷവും ഉണ്ടാവാതിരിക്കട്ടെ, എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്നർത്ഥം. ക്ലോസ് യുവർ ഐസ്. ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ശാന്തി ശാന്തി ശാന്തി. രണ്ട് കൈകൾ റബ്ബ് ചെയ്യുക. അതിൻ്റെ ചൂട് കണ്ണിലോട്ട് കൊടുക്കുക, കവിളിലോട്ട്, കഴുത്തിലോട്ട്. അഗൈൻ റബ്ബ് ചെയ്ത് കണ്ണ് തുറന്ന് കൈപ്പത്തിയിലേക്ക് നോക്കി, കൈ നേരെ ബാക്കിലേക്ക് വെച്ച് ദീർഘമായി ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് നെറ്റിമുട്ടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക. ഹാവ് എ ഗ്രേറ്റ് ഡേ.